കർമ്മഫലത്തിന് നിനക്ക് അധികാരമില്ല. ഫലം തീരുമാനിക്കുന്നതൊക്കെ വേറെയാ. ഇതുകൊണ്ട് തന്നെ കർമ്മഫലം നിന്റേതാണെന്ന് വ്യാമോഹിക്കരുത്. നിന്റേതല്ലാത്തയൊന്ന് നിന്റെയാണെന്ന് വ്യാമോഹിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ആധുനികന്റെ ദുഃഖം ഇത് മാത്രമാണ്. ഈ അഭിമാനത്തിന്റെ ഉച്ചിയിൽ വെച്ചാണ് ഏതവനും പതിക്കുന്നതും. നിങ്ങളുടെ ഏത് നേതൃമന്യന്മാരും കർമ്മകാണ്ഡങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ മനോഹരമാകുമ്പോൾ അത് തന്റേതാണെന്ന് ആഹ്ലാദിക്കുന്ന മുഹൂർത്തങ്ങളിലാണ് കുറ്റിയേറ്റ് താഴെ വീഴുന്നത്. പതിച്ച നിങ്ങളുടെ നേതൃമന്യന്മാരെ മുഴുവൻ അവരുടെ വിഹാരരംഗങ്ങളിൽ നിന്ന് പതിച്ച രംഗവേദികൾ പരിശോധിച്ചാൽ ഗീതാചാര്യൻ പറഞ്ഞ ഈ സത്യം നിങ്ങൾക്ക് കിട്ടും. എണ്ണി പറഞ്ഞു, വേണമെങ്കിൽ 1000 പേരുടെ പേരെങ്കിലും ഞാൻ തരാം എന്റെ ഓർമ്മയിൽ. സമൂഹത്തിൽ അറിയപ്പെടുന്നവരുടെ, ഒന്നുമല്ലാതായി പോയവർ. കർമ്മഫലത്തിന് ഹേതുവാകരുത്, എന്നാൽ കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. ഈ നിർദ്ദേശം കേട്ട അർജുനൻ ശങ്കയിലായി. ദൂരേണ അവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയാഹ ഹി ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഫല ഹേതവ എന്ന് പറഞ്ഞ ഭഗവാനാ ഇത് പറയുന്നത്. കർമ്മം അവരമാണെന്ന് പറഞ്ഞ ഭഗവാൻ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുക. അപ്പോഴാണ് അർജുനൻ ഒരു ചോദ്യം ചോദിച്ചത്. വ്യാമിശ്രേണേവ വാക്യേന, അവിടെയാ ശ്ലോകം തുടങ്ങുന്നത്. ബുദ്ധി മോഹയസീവമേ, എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നതുമാതിരി കൂട്ടിക്കുഴച്ചതുപോലെ അങ്ങ് പറഞ്ഞിരിക്കുന്നു. ഏതൊന്നാണോ ഞാൻ ചെയ്യേണ്ടത് അത് മാത്രം ഇങ്ങ് പറഞ്ഞതാ. തദ് ഏകം വദ, നല്ലപോലെ നിശ്ചയിച്ചുറച്ച് ഒറ്റ എണ്ണം മാത്രം പറ, അത് ഞാൻ ചെയ്യാം. അതെനിക്ക് ശ്രേയസ് ഉണ്ടാക്കണം. ഏന ശ്രേയോഹമാപ്നുയാം ജായസീ ചേത് കർമ്മണസ്തേ മദാബുദ്ധിർ ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ എന്നെ എന്തിനാണ് ഈ കർമ്മത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നത് എന്നും ചോദിച്ചു. ഇതിന് മറുപടി പറയുന്ന ഭഗവാൻ ആ അധ്യായത്തിൽ ഒരിടത്തു പോലും ആരാധന പറഞ്ഞില്ല. അതിനകത്ത് വേറെ ചിലത് പറഞ്ഞു. ഈ ഭൂമിയിൽ പ്രജകൾ ഉണ്ടായ കണക്ക് പറഞ്ഞു കൃത്യമായി. 9-ാം ശ്ലോകം പോലും നോക്കിയോളൂ. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വമേഷവൗസ്തിഷ്ഠ കാമധുക് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യഥ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സ യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ പുഞ്ചതേതകം പാപാഃ യേ ഭജന്തി ആത്മകാരണാത് അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മം അക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. 16 വരെ ശ്ലോകം. അർത്ഥം, ശ്ലോകം ഞാൻ ചൊല്ലിയത് സംസ്കൃതം അറിയുന്നവർ ഞാൻ മാറ്റി പറഞ്ഞു എന്ന് നാളെ ഇറങ്ങി പറയാതിരിക്കാനാണ്. വാക്ക് ഭഗവാന്റെയാണ്. ഇനി നിങ്ങളോടുള്ള ഇടപാടൊക്കെ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി പറയാം. കയ്യിൽ പുസ്തകവും വെച്ച് നിങ്ങൾക്ക് നോക്കാം. ഭഗവാൻ വളരെ ഭംഗിയായി പറഞ്ഞു, അർജുന, യജ്ഞത്തോടുകൂടിയാണ് ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായത്. ഒരു സ്ത്രീ അവളുടെ കന്യകാത്വം കളയാതെ കുഞ്ഞുണ്ടാവില്ല. ഒരു പൂ അതിന്റെ മനോഹാരിത ത്യജിക്കാതെ കായാവില്ല. മനസ്സിലാകുന്നുണ്ടാവുമെന്നറിയില്ല. എന്തിന്റെയും പിന്നിലൊരു യജ്ഞമുണ്ട്. ഏതൊരു വസ്തു ഉണ്ടാകണമെങ്കിലും ഏറ്റവും മനോഹരമായത് ത്യജിക്കണം. മനോഹരമായ പാറയെ മുറിച്ച് കഷണമാക്കാതെ വീട് പണിയാനാവില്ല. പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഇഷ്ടംപോലെ ഫലങ്ങൾ തരുന്ന മരം മുറിച്ചെടുത്തറത്ത് കഷണങ്ങളാക്കി ചിന്താതെ നിങ്ങൾക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചം യജ്ഞരൂപമാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടി യജ്ഞരൂപമല്ലാതെ ഈ പ്രപഞ്ചത്തിലില്ല. ഏത് നേടാനും അതിനേക്കാൾ മനോഹരമെന്ന് വിചാരിക്കുന്ന ഒന്ന് വലിച്ചെറിയണം. ശരിയല്ല? അല്ലെന്ന് തോന്നിയാൽ ഗീതയുടെ ഈ ആശയത്തെ എതിർക്കാം, എതിർക്കേണ്ടതുമാണ്.
ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം സ്വീകരിക്കും. ഈ ശാസ്ത്രം നിങ്ങൾ ഏത് മതവും ഏത് ജാതിയും ഏത് വർഗവും ഏത് വർണ്ണവും ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിരുന്നാലും ഈ നിയമത്തിന് മാറ്റം ഉണ്ടാവില്ല. ഫോറിനിൽ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ ഭാര്യയും പിള്ളേരെയും ഇവിടെ ഇട്ടിട്ട് തന്നെ പോണം. ശരിയല്ലേ? തിരിച്ചു വരുമ്പോൾ ഉണ്ടാക്കിയ കാശും ഭാര്യയും പിള്ളേരും ചിലപ്പം ഡ്രൈവറുടെ കൂടെ പോയെന്നിരിക്കും. യജിക്കാതെ നേടാനാവില്ല. സാക്രിഫൈസ്. ഇത് പൂർണ്ണമായ നിയമമാണ്. മനുഷ്യൻ ശ്വസിക്കുമ്പോൾ വിടുന്ന കാർബൺ ഡയോക്സൈഡ് സസ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അവന്റെ ജീവനെ നിലനിർത്തുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അവൻ അതുകൊണ്ട് ആഹാരം പാചകം ചെയ്തില്ലെങ്കിൽ നമ്മൾ നാളെ ജീവിക്കില്ല. ഒരു യജ്ഞസങ്കല്പത്തിലാ പാരസ്പര്യം നിൽക്കുന്നത്. നമുക്ക് വേണ്ടുന്ന സ്റ്റാർച്ചും അന്നജവും നമുക്ക് വേണ്ടുന്ന പ്രാണവായുവും സസ്യത്തിനെ തരാൻ കഴിയും. ഭരണാധികാരിക്ക് തരാൻ കഴിയില്ല അർജുന. 3-ാം അധ്യായത്തിന്റെ മനോഹാരിത എവിടെയാണ്? ചക്രവർത്തിക്കും രാജാവിനും ഒന്നും ഭൂമിയിൽ ജീവന്റെ തുടിപ്പിന്റെ കഥയറിയില്ല. അവന് തല്ലാനറിയാം, കൊല്ലാനറിയാം, തലവെട്ടാനറിയാം. അവന്റെ ഇരിപ്പിടം ഇളകുമ്പം അതിന് കള്ളക്കഥകളും പറയാനറിയാം. ആരിരുന്നാലും, ഞാനും നിങ്ങളും ഇരുന്നാലും, നാളെ രാവിലെ എന്നെ കൊണ്ടിരുത്തിയാലും പാവം പിടിച്ച മുത്തങ്ങയിലെ ആദിവാസിയെ വെടിവെച്ചിട്ടിട്ട് പറയും അവരുടെ പിന്നിൽ ഭീകരന്മാരുണ്ടായിരുന്നെന്ന്. കണ്ണൂരെ രാഷ്ട്രീയക്കാരെ ഏറ്റുമുട്ടുമ്പോൾ പോലും ബോംബ് കയ്യിലുണ്ടാവും. പാവം പിടിച്ചവര് കമ്പയെ വള്ളി കെട്ടി വില്ലുമായിട്ടാവുന്നു. ഈ ഭീകരരൊക്കെ പിന്നിലുണ്ടായിട്ട് ഒരു ബോംബ് ഇതുവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ളവരുമൊക്കെ അവർക്ക് പിന്നിൽ ഒരുപാട് ഭീകരരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്നവനെയൊക്കെ ആദ്യം ബാക്കി നിങ്ങൾ തീരുമാനിച്ചാൽ മതി ചെയ്യേണ്ടതെന്താ. അത് പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ വരെയുള്ള കാലമാണ് അല്ലേ? അവകാശം എവിടെയാണോ ആവോ. ഇതിലൊക്കെ രസമുള്ള കാര്യം, ഇന്ത്യയുടെ ഭരണഘടനയുടെ അകത്ത് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ആദിവാസിക്ക് വനം കയ്യേറാം, അവനെ കൈകാര്യം ചെയ്യാൻ മന്ത്രിസഭയ്ക്ക് അവകാശമില്ലെന്ന്. ഗവർണർക്ക് മാത്രമേ അവകാശമുള്ളൂ. അവർ ഒറ്റ പോയിന്റിൽ നിങ്ങളുടെ നാട്ടുകാരൊരു കേസ് കൊടുത്താൽ സഭ ഇളകും. പ്രിയാമ്പിളിൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി റഫർ ചെയ്തു. വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുവരെ മറച്ചുവെച്ച് ഉപയോഗിക്കുന്ന വാദകോലാഹലങ്ങൾ മാത്രവുമല്ല, സ്ഥലം കയ്യേറിയ കുടിയേറ്റക്കാരെ ഇറക്കി മാറ്റാൻ ശ്രമിച്ചാൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് സത്യവാങ്മൂലം കൊടുത്ത നിയമസഭയാണ്. ഞാൻ സന്ദർഭം വന്നുകൊണ്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ. യജ്ഞം, ഇതൊക്കെയാണ് ഇപ്പൊ യജ്ഞം. ഇതല്ല യജ്ഞം. യജ്ഞം ഓരോ ജീവിയും പാരസ്പര്യത്തോടെ ജീവിക്കുന്നതാണ്. അതിന് കൊടുക്കാൻ പഠിക്കണം. സസ്യം അതിന്റെ ഇലയിൽ സൂര്യന്റെ പ്രകാശത്തിൽ യജ്ഞകുണ്ഡമായി കാർബൺ ഡയോക്സൈഡിനെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ അന്നവും പ്രാണവായുവും ഉണ്ടാവും അതിൽ നിന്ന്. അത് സ്വഭാവേന ഉണ്ടാകുന്നതാണ്. ആ സ്വഭാവേന ഉണ്ടാകുന്ന യജ്ഞം സ്വഭാവേന തന്നെ നമുക്ക് ലഭിക്കും. നിയമങ്ങളും സംഭരണശാലകളും കൊള്ളിക്കരുതാത്ത രാജാക്കന്മാർ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് സുഭിക്ഷമാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് അർജുന, നിന്നെ പോലുള്ളവൻ യുദ്ധം ചെയ്ത് രാജാവായാൽ ഇതൊക്കെ തകരാറിലാകുകയുള്ളൂ. മറിച്ച് ഈ യജ്ഞം നിലനിർത്തേണ്ടതാണ്. യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചിട്ട് പ്രജകളോട് പ്രജാപതി പറഞ്ഞത് നിങ്ങൾ ഈ യജ്ഞം കൊണ്ട് വർദ്ധിക്കാനാണ്, ഭരണം കൊണ്ട് വർദ്ധിക്കാനല്ല. യാതൊരുവനാണോ താൻ ഉണ്ടാക്കുന്നത് അപരനും കൂടി പങ്കുവയ്ക്കുന്നത് അവന്റെ എല്ലാ പാപങ്ങളും തീരുന്നു അർജുന. യാതൊരുവനാണോ തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യുന്നത് അവൻ പാപിയാകുന്നു. സസ്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാ പാകം ചെയ്യുന്നത്, കൂടെ തന്റെ നിലനിൽപ്പതിന്നുണ്ടാകുന്നു. അതുപോലെ നിങ്ങൾ സസ്യങ്ങൾക്കും മറ്റു ജന്തുക്കൾക്കും നിങ്ങൾക്കും എല്ലാം വേണ്ടി ജീവിക്കുക, നിനക്കു വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക. ഇതാണ് യജ്ഞത്തിന്റെ സങ്കല്പം. ഇത് കർമ്മയോഗമെന്ന ഭഗവാൻ പേരിട്ടെ. പക്ഷെ അർജുനനും ഒരു സംശയം ചോദിച്ചു. പ്രസക്തമായ ഈ ചോദ്യമല്ല, മറ്റൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ, എന്തുകൊണ്ടാണ് ഈ തത്വങ്ങളൊക്കെ അറിയുന്ന മനുഷ്യൻ ആരാൽ നിയുക്തനായിട്ടാണ് ഈ പാപമൊക്കെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യാൻ ആരെങ്കിലും ഒരു കൂട്ട് കാണുമല്ലോ. ഞങ്ങളിപ്പോ യുദ്ധക്കളത്തിൽ എത്തിയത് തന്നെ ആര് കാരണമാണ്? ഇതിന്റെ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയെ വെച്ചു കൊടുത്തിട്ട് വേണമെന്ന് രക്ഷപ്പെടാൻ.
അതുകൊണ്ട് നമ്മളൊക്കെ തേടുന്നതിന് കാരണക്കാരനായൊരു കാർന്നോരെയാണ്. ഈ ലോകത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദൈവത്തെ തേടി നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗുണം പിടിക്കാത്തത്. ഒരു ഭാഗത്ത് ദൈവം സർവശക്തനും സർവജ്ഞനും ഒക്കെയാണ്. പക്ഷേ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഏറ്റവും ക്രൂരനാണ്. ക്ഷേത്രത്തിന് മുമ്പിലൂടെ വണ്ടി ഓടിച്ചു പോയി. അവൻ ഓടിച്ചു പോയപ്പോ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ല, വണ്ടി ഇടിച്ചു. ഇപ്പൊ ഇവന്റെ സർവശക്തനും സർവജ്ഞനും പരമകാരുണികനുമായ ദൈവം ഒട്ടും കാരുണ്യമില്ലാത്തവനല്ല എന്നാണ് ഇവൻ തന്നെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഈ ദൈവത്തിന് ഇവൻ കൊടുക്കുന്ന പിച്ചക്കാശ് വേണം ആകെ ജീവിക്കാൻ. ഇപ്പൊ ഇവന്റെ ദൈവം പിച്ചക്കാരനേക്കാൾ കഷ്ടമാണ്. കാരണം ഇവന് പിച്ചക്കാരനെ അല്ലാതെ മറ്റൊരുത്തനെ സൃഷ്ടിക്കാനാവില്ല. നിങ്ങൾ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് നിങ്ങളെക്കാൾ ഉയർന്നൊരു സങ്കല്പത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈശ്വര വിശ്വാസം ഉണ്ടാവും. മറ്റത് നിരീശ്വരവാദത്തെക്കാൾ ശോചനീയമാണ്. അതാ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നതും സന്ദർഭം വന്നുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. എന്റെ ഈശ്വരൻ തുണി വിരിച്ചു വഴിയിലിറങ്ങിയിരിക്കുന്നവനല്ല. ഞാൻ പോലും ഇറങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഗതികേടുകൊണ്ടാ. മനസ്സിലായില്ല? ആ ഞാനൊരു ഈശ്വരനെ തന്നെ സൃഷ്ടിച്ചു വഴിയിലിറക്കിയിരുത്തുന്നതിനേക്കാൾ ശോചനീയമായി മറ്റൊന്നില്ല. പിടിക്കുന്നില്ല. അപ്പോ അർജുനനൊരു ചോദ്യം അതുകൊണ്ട് ചോദിച്ചു, ആരാൽ നിയുക്തനായിട്ടാണ് ഭഗവാനെ ഈ പാപമെല്ലാം ചെയ്യുന്നത്? അധ കേന പ്രയുക്തോയം. 33 ശ്ലോകം ഒന്നെടുത്തു. അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നവിവാഷ്ണയ ബലാദിവ നിയോജിത. നിങ്ങളുടെ ചോദ്യം അദ്ദേഹത്തിന്റെ ചോദ്യം തമ്മിൽ വളരെ അടുപ്പമുള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനും കൂടെ വലിയൊരു സന്ദേശം അതിൽ നിന്ന് കിട്ടും. ആരാൽ നിയുക്തനായിട്ടാണ് ഈ പുരുഷൻ ഈ പാപങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത്? ഭഗവാൻ ഉടനെ ഞാനാടാ അതിന്റെ കാരണം ഈശ്വരൻ തന്നെയാണ്, അതുകൊണ്ട് നീ ചെയ്തോ, ഒരു കുഴപ്പമില്ലെന്ന് പറയുമെന്ന് വിചാരിച്ചാ ചോദിച്ചത്. മറുപടി ഗംഭീരാണ്. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേനമിഹ വൈരിണം. അങ്ങനെയാണോ ശ്ലോകം? കാരണം ഞങ്ങൾ ഈ സംസ്കൃതത്തിലൊക്കെ ജനങ്ങളെ കളിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയും. മനസ്സിലായില്ലേ? സ്വാമി മൂക്കിപ്പൊടി വലിക്കുമ്പോ ജനം ചോദിക്കും ചിലപ്പോ, എന്താ സ്വാമി ഇങ്ങനെ മൂക്കിപ്പൊടി വലിക്കുന്നത്? അത് ഋഗ്വേദം 12-ാം മണ്ഡലത്തില് ജപേഷു ജപമധ്യേഷു ജപാന്തേ പുനഃപുന നാസികാചൂർണമാദായ കോടിയജ്ഞ ഫലപ്രദ എന്ന് ശ്ലോകം ഉണ്ടെന്നടിക്കും. സംസ്കൃതമായതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. ഇങ്ങനെ ആധുനികരുടെ ഇടയിൽ സംസ്കൃതത്തിൽ എന്തും പറഞ്ഞാൽ പറ്റിക്കാമെന്നൊരു നില വന്നിട്ടുണ്ട്. അതുകൊണ്ട് സംസ്കൃതത്തിൽ പറഞ്ഞതുകൊണ്ടായില്ല, പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവണം. മനസ്സിലായോന്നറിയില്ല. അപ്പൊ അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ കാമമാണ് അർജുന, അതേ ക്രോധമാണ് അർജുന. കാമയേഷ ക്രോധയേഷ. കാമം അവൻ തന്നെയാണ് ക്രോധം എന്ന് അർത്ഥം വരും. ആ ക്രോധമാണ്. രജോഗുണത്തിൽ നിന്നുത്ഭവിച്ച കാമക്രോധങ്ങളാണ് കാട്ടുതീ പോലെ എല്ലാം തിന്നുന്നവനും മഹാപാപിയുമായ അവനാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കാമത്തെ, ആ ക്രോധത്തെ നീ ഭൂമിയിലെ നിന്റെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടാലും, ഇഹ വൈരിണം വിദ്ധി, ഇവിടെ ഭൂമിയിൽ നിന്റെ ശത്രു എന്ന് കണ്ടറിഞ്ഞാലും കാമത്തെയാണ് നിന്റെ ശത്രുവായി കാണേണ്ടത്. പറഞ്ഞ് കർമ്മയോഗത്തിന്റെ അവസാനം ഒരു അടിയടിച്ചു. സൂപ്പർ അടിയാണ്. ശവപ്പെട്ടിക്ക് വെക്കുന്ന അടി. ഭംഗിയായിട്ടാ വെച്ച്. ഏവം ബുദ്ധി കണ്ടോടോ പരം ബുദ്ധ്വ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹു കാമരൂപം ദുരാസദം. അർജുന, അവസാനത്തെ ശ്ലോകം, ആ അധ്യായത്തിന്റെ ലാസ്റ്റ് ശ്ലോകം. ഇപ്രകാരം ബുദ്ധിക്ക് മുകളിലാണ് സത്യമെന്നറിഞ്ഞ് ആത്മാവിനെ, മനസ്സിനെ മനസ്സുകൊണ്ടടക്കിയിട്ട് ആത്മനാ സംസ്തഭ്യ ദുരാസദം കാമരൂപം ശത്രും ജഹി. ദുരാസദനായ നിന്റെ കാമം എന്ന ശത്രുവിനെ കൊന്നുകളയണം അർജുന. നീ യുദ്ധക്കളത്തിൽ വന്നത് ദുര്യോധനൻ കാരണമല്ല, നിന്റെ കാമം കാരണമാണ്. കാമത്തെ കൊന്നാൽ പിന്നെ നിനക്ക് യുദ്ധക്കളത്തിൽ നിൽക്കേണ്ട, യുദ്ധവും ചെയ്യണ്ട. ചെയ്യാനല്ല ഗീത പഠിപ്പിക്കുന്ന കർമ്മയോഗ. ഇത് ഒരു വെടിക്ക് 2 പക്ഷിയായി ഇങ്ങനെ ചോദിച്ച കാരണം. ഒന്ന് ക്ഷേത്രാരാധനയാണ് ചോദ്യം. ഇതിലെങ്ങും ക്ഷേത്രാരാധനയില്ല, കർമ്മയോഗമായത്.
കർമ്മയോഗത്തിൽ ഒരിടത്ത് പോലും ക്ഷേത്രാരാധനയുടെ ഒരു വാക്കുപോലും ഇതിനകത്തില്ല. ഇത് ഭഗവാന്റെ നേരിട്ടുള്ള വാക്കാണ്. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അപ്പുറത്ത് പ്രമാണമില്ല, ഭഗവാൻ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. അതിനകത്ത് അർജുനനോട് തന്നെ പറഞ്ഞത് ഒരു യുദ്ധവും ചെയ്യണ്ട, നീ നിന്റെ കാമത്തെ അടക്കി മര്യാദയ്ക്ക് ഇരുന്നാ മതി എന്നാണ്. കേട്ടതല്ല, അതുകൊണ്ട് ഒരുപാട് ദുഃഖം ഉണ്ടായി പാവത്തിന്. നിങ്ങളും ചെയ്താൽ ദുഃഖം ഉണ്ടാവും. ചെയ്യണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇതാണ് ഭഗവാന്റെ അരുളപ്പാട്. ഇതാണ് ഇവിടെ കർമ്മയോഗത്തിലില്ല. ഇനി വാക്കെങ്ങാനും തെറ്റി ഭക്തി യോഗത്തെ കർമ്മയോഗമായി, ഒരു മിനിറ്റ് അതിവിടെ തീർന്നിട്ടായിക്കോട്ടെ, ഭക്തി യോഗത്തെ കർമ്മയോഗമായി തെറ്റിദ്ധരിച്ച് ആ ചോദ്യം ചോദിക്കുന്ന വെപ്രാളത്തിൽ പറഞ്ഞു പോയതാണെങ്കിൽ ഞാന് ജനങ്ങളെ കളിപ്പിച്ചു പോയെന്ന് നാളെ ആളുകൾ പറയാതിരിക്കണ്ടേ? അദ്ദേഹം ചോദ്യം ചോദിച്ചപ്പം അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്ന ആളിന് മൈക്കൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് ആളുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരാൾ ഏറ്റു ചോദിക്കുമ്പോൾ എല്ലാവരും അയാളുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണ് അല്ലേ? അപ്പൊ ആ സാമാന്യ മര്യാദ മാത്രമല്ല, ചിലരെയൊക്കെ തറപ്പിച്ചാ നോക്കുക. എന്നോട് ചോദ്യം ചോദിക്കുന്നതിൽ അങ്ങനെ അധികം പേര് നോക്കില്ല. കാരണം എനിക്ക് സെക്രട്ടറിയും ഖജാൻജിയും ഗുണ്ടകളൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ നോക്കൂല. എന്നിരുന്നാലും മറ്റുള്ളിടത്ത് പോയി ചോദ്യം ചോദിച്ചപ്പം നോക്കിയിട്ടുള്ളതിന്റെ ഒരു ഭയം കിടപ്പുണ്ടെങ്കിലോ, മനസ്സിലായില്ല. അപ്പൊ ആ ചോദ്യത്തിനിടയില് സ്വാമിജിയോട് ചോദിച്ചപ്പോ ഞാൻ കർമ്മയോഗം എന്ന് തെറ്റി പറഞ്ഞു പോയതാണ്. ഭക്തി യോഗമാണല്ലോ ആരാധനയുടേത്, അത് കർമ്മയോഗം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് സ്വാമി രക്ഷപ്പെടാൻ ഗീതയിലെ കർമ്മയോഗം എടുത്തു പറഞ്ഞ് തൽക്കാലം എന്നെ മുനമടക്കി വിട്ടു. പക്ഷെ ഭക്തി യോഗം ആരാധനയല്ലേ എന്ന് തോന്നുന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറയണ്ടേ? വേണ്ടേ? അത് അതിലും 12-ാമത്തെ ഭഗവാന്റെ തന്നെ വാക്ക് എടുത്തു. ഭാഗവതം ഇത് കഴിഞ്ഞ ഉടനെ ഭാഗവതം പറഞ്ഞുതരാം. ഭാഗവതത്തിൽ ഇതിലും ഗംഭീരമായിട്ട് പറഞ്ഞുതരാം, പേടിക്കണ്ട. ഭാഗവതം ഇതിനേക്കാൾ 2 ഡിഗ്രി കൂടുകയുള്ളൂ, കുറയുകയില്ല. ഇതാ കുറച്ചുകൂടെ ഭേദം. ഭാരതീയ ഗ്രന്ഥങ്ങളൊന്നും എടുത്തു വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പണിക്കും ന്യായം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഞാൻ വേറെ പറഞ്ഞുതരാം ഭാഗവതം. ഇപ്പൊ ഏതായാലും ഭക്തി യോഗം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. അതിൽ 13 മുതൽ ശ്ലോകം നോക്കുക. ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ അത്രയും കാര്യം പോയി എഴുതി വെക്കുക, ഭക്തന്റെ ലക്ഷണം. നമ്മളൊക്കെ ഈ ചന്ദനം തൂത്തുകളയും. ഞാൻ തൊട്ടുകൊണ്ടാ ചന്ദനം എന്ന് പറഞ്ഞ്, കുങ്കുമം എന്ന് പറഞ്ഞു പോയാൽ നിങ്ങളുടെ വായി പോലും ഒന്ന് ചെയ്യാൻ ചന്ദനം നാക്കിയത് തൂത്തുകളെ. കാരണം അതിനകത്ത് ഭക്തന്റെ ലക്ഷണം പറയുന്നുണ്ട് ഭഗവാൻ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യദാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയഃ യസ്മാന്നോദ്വിജതേ ലോകാന്നോദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈഃ മുക്തോ യഃ സ ച മേ പ്രിയഃ അനവേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഇങ്ങനെ അങ്ങ് പോകും. തൽക്കാലം 1-2 ശ്ലോകത്തിന്റെ അർത്ഥം നോക്കിയാൽ തന്നെ ക്ലിയറാണ്. യാതൊരു ജീവിയോടും ദ്വേഷമില്ലാത്തവൻ. അർജുന, എന്റെ ഭക്തൻ ഒരു ജീവിയെപ്പോലും ദ്വേഷിക്കാത്തവനായിരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തനാണ് അർജുനൻ എന്ന് അർജുനൻ വിചാരിക്കുന്നു എങ്കിൽ യുദ്ധക്കളത്തിൽ നിന്നിറങ്ങി ഓടും. ക്ഷേത്രത്തില് കയറുമ്പോ ഭക്തനാണ് ഞാനെന്ന് അഭിമാനിച്ചാൽ ചന്ദനം തൊട്ടാ പോരാ, ചാരം പൂശിയാ പോരാ. ചാരം കൊണ്ട് ഭക്തി വരുമെങ്കിൽ എന്റെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നു, അവൻ ചാരത്തിൽ കിടപ്പായിരുന്നു എന്നാണ് പണ്ടൊരു സ്വാമി പറഞ്ഞത്. ഇതുവരെ അവന് മോക്ഷം കിട്ടിയില്ല. മനസ്സിലായില്ല? ഇതിനൊക്കെ ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തില് പറയാൻ നിങ്ങൾക്ക് പലതും ഉണ്ടാവും. മോക്ഷം കിട്ടാൻ ഈ ചാരം പോരാ. ആ വിഭൂതിയുടെ അർത്ഥം ഗ്രഹിക്കണം. ഉദ്ധൂളനത്തിന്റെയും ത്രിപുണ്ഡ്രത്തിന്റെയും ഒക്കെ അർത്ഥം അറിഞ്ഞു തൊടണം. സത്വവും രജസും തമസും എന്നിൽ നിലനിൽക്കുന്നുവെന്ന് ഞാൻ അറിയുകയും സത്വരജസ്തമസാദികളാകുന്ന ഗുണങ്ങൾ പോകാൻ വേണ്ടി പ്രയത്നിക്കുന്നവൻ മാത്രമാണ് ഞാനെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരികയും അതിനതീതമായ കലകൾ എനിക്കില്ല, ഉണ്ടെന്ന് വ്യാമോഹിച്ച് എന്നെ പ്രശംസിച്ച് നശിപ്പിക്കരുത് എന്ന് ഒരു ഗൃഹസ്ഥൻ മറ്റുള്ളവനോട് പറയുന്നതിന്റെ സൂചനയാണ് ആ 3 വര. മനസ്സിലായില്ല? ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന്
അകമലരിട്ട് അക്ഷമാറി. ശിവശതകം നാരായണ ഗുരു. നടേശൻ വായിച്ചിട്ടുണ്ടാവില്ല, പേടിക്കണ്ട. വായിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. മറ്റതിന്റെ മണത്തിൽ നിന്ന് കയറിയിട്ട് വേണ്ട ഇത് വായിക്കാൻ. ഞാനിങ്ങനെ പൂട്ടിന് തേങ്ങ ഇടുന്ന പോലെ വല്ലതും പറയുന്നത് നിങ്ങൾക്ക് പിടിക്കുമെന്ന് തോന്നില്ല. കാരണം നിങ്ങളത് വാങ്ങിച്ചു കുടിക്കുന്നവരാവും. അപ്പൊ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവും. പക്ഷെ എങ്കിലും എനിക്കതൊരു സുഖമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ 3 വര അതിനുള്ളതാണ്. ചിലർ ഈ കുമ്പളങ്ങയുടെ പുറം പോലെ വാരി പൂശും. ഉദ്ധൂളനം എന്നാ അതിന് പറയുന്നത്. അത് ഈ 3 ഗുണങ്ങളും പോകുമ്പോഴേ വരാവും. ഒരു ഗുണവും എനിക്കില്ല, രാഗവും ദ്വേഷവും ഇല്ല. അല്ലാതെ ഇത് അറിയാതെ വെറുതെ കുറെ ഭസ്മം വാരി ദേഹത്തൊക്കെ ഇട്ടാൽ കുളിക്കുമ്പോ സോപ്പ് കൂടുതൽ ചിലവാകുന്നേ ഉള്ളൂ. നിന്റെ ആധ്യാത്മിക അംശങ്ങളെയും അത് തരുന്ന മിത്തിക്കലായിട്ടുള്ള അബോധ പ്രബോധനത്തെയും നിങ്ങളുടെ യുക്തിപൂർവങ്ങളായ ആധുനിക ശാസ്ത്രങ്ങളുടെ പര്യവേഷണങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഹിന്ദുമതം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇതിനൊക്കെ ശാസ്ത്രം വേണം ആധുനികന്. അതിന് ശാസ്ത്രത്തിന്റെ ജൽപ്പനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് വികലമാകുന്നു. അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, വലിയ മഹാത്മ്യങ്ങളുണ്ട്. അപ്പോ യാതൊരു ജീവിയെയും ദ്വേഷിക്കരുത് ഭക്തനാകണമെങ്കിൽ. അദ്വേഷ്ട സർവഭൂതാന, മൈത്രി, കരുണ, മുദിത, നിർമ്മമത്വം. അമ്പലത്തിൽ ചെന്ന് വഴിപാട് കഴിച്ചിട്ട് പാല് കൊണ്ടുപോയി നിവേദിച്ചിട്ട് തിരിച്ചു വരുമ്പം ഒരു ദുഷ്ടനാണ് ആ എമ്പ്രാന്തിരി. അയാളെ പാല് മുഴുവൻ എടുത്തു, ബാക്കി തന്നതിലോ മുഴുവൻ വെള്ളവും. ഇനി ഇവൾ അമ്പലത്തിലോട്ട് പോയിട്ട് കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോന്നറിയില്ല. നിർമ്മമത്വം ഉണ്ടായിരിക്കണം, നിരഹങ്കാരിയായിരിക്കണം, ഒരഹങ്കാരം ഉണ്ടാവരുത്. സുഖദുഃഖങ്ങളിൽ സമഭാവന വേണം, സദാ സന്തുഷ്ടനും യോഗിയുമായിരിക്കണം. ഭക്ത ലക്ഷണം ഇതൊക്കെ അവിടെ പറഞ്ഞിരിക്കും. ലോകം ഭക്തനെ കണ്ടു പേടി തോന്നരുത്, ലോകത്തെ ഭക്തൻ പേടിക്കരുത്. ഗുരുവായൂരൊക്കെ ഭക്തന്മാര് തൊഴാൻ വരുന്നത് ഗൺമാനോട് കൂടിയാ. ഭക്തന് ഭഗവാനെ കൂടെ പേടിയാണ്, ജനങ്ങളെ പേടിയാണ്. പണ്ട് മുണ്ടില്ലാതെ കണ്ട് ഓടിയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പത്രത്തിലെങ്ങാണ്ട്. ആ 2 പെണ്ണുങ്ങളൊക്കെ കൂടി തടഞ്ഞു വെക്കുകയോ ആക്രമിക്കുകയോ വേണ്ടൊക്കെ ചെയ്തെന്ന് തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഏതോ ഒരു ഭക്തനെ. അല്ലേ, പത്രത്തിൽ ഇങ്ങനെ വായിച്ച പോലൊരു ഓർമ്മ. ഇപ്പൊ ജനങ്ങൾക്ക് അന്ന് ആ പെണ്ണുങ്ങളെയൊക്കെ പോലും എടുത്ത് ചവിട്ടിന്നൊക്കെയാ കേൾക്കുന്നത്. അപ്പൊ ഭക്തന് ജനങ്ങളെയും പേടി, ജനങ്ങൾക്ക് ഭക്തനെയും പേടിയാണ്. അത് ഭക്തിയല്ല. യസ്മാന്നോ ഉദ്വിജതേ ലോക ലോകാന്നോ ഉദ്വിജതേ ചയഃ. ഹർഷം, അമർഷം, ഭയം, ഉദ്വേഗം ഇവയിൽ നിന്നൊക്കെ ആർ മുക്തനാണോ അവനാണ് ഭക്തൻ. ഭക്തി യോഗവും ആരാധനയെ അനുകൂലിക്കുന്നില്ല. അവസാനമായി ഇതും കൂടെ തീർത്തിട്ട് ഭാഗവതത്തില് ഏകാദശത്തില് ജ്ഞാനമാണ് ഉപദേശിക്കുന്നത്. ആ സ്കന്ധം മുഴുവൻ ജ്ഞാനത്തിന്റെ സ്കന്ധമാണ്. അവിടെ ക്ഷേത്രാരാധനയുടെ യാതൊരു ലക്ഷ്യലക്ഷണങ്ങളും ഇല്ല. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പോയി മൂലത്തിന്റെ വിവർത്തനമോ, എഴുത്തച്ഛന്റെ തർജ്ജമയല്ല. എഴുത്തച്ഛൻ്റെത് സംഗ്രഹീത വിവർത്തനമാണ്. മൂലത്തിലുള്ളതെല്ലാം കാണുകയല്ല. മുഴങ്ങോട്ടുള്ള കൃഷ്ണപിള്ളയുടെയോ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെയോ വൈശ്രവണത്ത് രാമൻ നമ്പൂതിരിയുടെയോ പണ്ഡിറ്റ് ഗോപാലനായുടെയോ ആരുടെയും നിങ്ങൾക്ക് നോക്കാം. ആരെങ്കിലും ഒരാൾ ഞാൻ പറയുന്നത് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി. ഭാഗവതം കൊണ്ടുവന്നത് കൂടുതൽ അപകടമാണ്. അത് പഠിച്ചാൽ ആകെ കുഴപ്പമാവും ജനം. സപ്താഹം നടത്തിയാൽ ജനം കുഴപ്പത്തിലാവില്ല. കാരണം അവിടെ നിങ്ങൾ കല്യാണത്തിന് ഉണ്ണാനും മാത്രമേ ചെല്ലുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ ആള് കൂടും. പിന്നെ മക്കളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ കൃഷ്ണന് മാലയിടിക്കാൻ ആള് കൂടും. രുക്മിണി സ്വയംവര വേളയിൽ അതിനൊരു പ്രത്യേക ഫീസ് കൂടെ ഉണ്ട്. സാമാന്യം നല്ല വരവാ. അതിനപ്പുറം ഭാഗവതം പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ഇതൊന്നും അവിടെ ചെയ്യാനും പറ്റില്ല. ഈ കൃഷ്ണന് മാലയിടിയിലൊന്നും നടക്കുകയില്ല. അത് ഞാൻ പറയാം. അതിനേക്കാൾ കൂടുതൽ ഭാഗവതത്തിനകത്ത് 3-ാം സ്കന്ധം 20 കപിലവാസുദേവൻ ഉപദേശിക്കുന്നുണ്ട്. അവിടെ ആരാധനയുണ്ട്. അർച്ചയിൽ, വിഗ്രഹത്തിൽ. അനഘേ ദേവാഹൂതി, അമ്മയാണ് കപിലന്റെ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന. അർച്ചയിൽ നീ അർച്ചനം ചെയ്യുമ്പോൾ ഭൂതഗ്രാമത്തെ അവമാനിക്കുന്നവളായിട്ടാണ് അർച്ചിക്കുന്നതെങ്കിൽ നിന്റെ യാതൊരു അർച്ചനയും സ്വീകാര്യമല്ല. ചെടിയിൽ നിൽക്കുന്ന പൂ പോലും ചെടിയിൽ നിൽക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. പറിച്ചെടുത്ത് അർച്ചിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഭഗവാന്റെ ആ തോട്ടം, നിങ്ങളുടെ അല്ല. ഭഗവാനാ തീരുമാനിച്ചത് ചെടിയിലിരിക്കാൻ. നിങ്ങൾ പറിക്കുന്നതോടെ വാടും. നിങ്ങൾ അർച്ചിക്കുന്നത് വാടുന്ന മലരുകൊണ്ടാണ്.
വാടാമലരൊന്നേ ഉള്ളൂ നിങ്ങളുടെ ഹൃദയം. അത് കൊടുക്കാൻ മടിയുള്ളവനാ മറ്റത് പറിച്ചു കൊടുക്കുന്നത്. ഭാഗവതം 3-ാം സ്കന്ധത്തിൽ അടിച്ച് ദേവാഹൂതിയോട് പറയുന്നുണ്ട്, ഭൂതഗ്രാമത്തെ അപമാനിക്കുന്നവളായ നിന്റെ യാതൊരു അർച്ചനയും സ്വീകരിക്കില്ല. മാത്രമല്ല, കുരുതേ അർച്ചാ വിഡംബനം, വെറും വേഷം കെട്ടാവൻ പറഞ്ഞവരെന്നാ പറഞ്ഞത്. വിഡംബനം. അല്പം കൂടെ പറഞ്ഞു, ഭസ്മനിയേവ ജുഹോദിസ, നീ വെറുതെ ഇതെല്ലാം ചാമ്പലിൽ ഒഴുക്കിക്കളയുകയാണ്. ഈ എണ്ണയും ഈ സാധനവും പൂവും തേങ്ങക്കൊത്തുമെല്ലാം വെറുതെ ചാമ്പലിൽ ഒഴുക്കിക്കളയുകയാണ്. ഇതൊരു ചടങ്ങ് മാത്രമാണ്. ഭാഗവത ഇത് പറയുന്നത്. അല്പം കൂടെ കടത്തി പറഞ്ഞു ഭാഗവതം. അത് കേൾക്കണോ? യാവത് പ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധിഗമ്യോ അഭിമന്യേത സസ്തേനഃ ദണ്ഡമർഹതി. പോയി നോക്കണേ ഭാഗവതത്തില്. അതിന്റെ ഇടയിൽ നടന്നോട്ടെ, എന്റെ ഇടയിൽ ഇരിക്കുന്നിടത്ത് കൊടുത്താൽ മതി. അതിന്റെ ഇടയിൽ അവർ കുടിച്ചോളൂ. അപ്പോ അത് വളരെ അപകടം പിടിച്ച വാക്കാണ്. ഒരു നേരത്തെ ഉദരപൂരണത്തിലധികം സമ്പാദിച്ചു വെക്കുന്നവൻ കള്ളനാണ്, ശിക്ഷാർഹനാണ്. ഭാഗവതോത്തമന്മാർ പോകുമ്പോ മുണ്ടും തോർത്തും മാത്രമല്ല, 100 മൈൽ അകലെന്ന് വന്ന് ഭാഗവതം നടത്തി പോകുമ്പോ തേങ്ങയും വാഴക്കയും വരെ പൊഞ്ഞിട്ടി കൊണ്ടുപോകും. മനസ്സിലായില്ല? ഇത് പഠിപ്പിച്ചിട്ട്. അപ്പൊ അവരും ഇത് കേട്ടിട്ടില്ല. ഭട്ടതിരി പറഞ്ഞ പോലെ ഭട്ടതിരി നാരായണീയത്തിൽ ഇതിനൊരു പ്രമാണം പറയുന്നുണ്ട്. അതും കൂടെ പറയാം. ഭാഗവതോത്തമനായ ഭട്ടതിരി ഭാഗവതത്തെ അവലംബിച്ചുകൊണ്ടാണല്ലോ നാരായണീയം രചിച്ചത്. ആ നാരായണീയത്തിൽ ഭട്ടതിരി ഒരാഞ്ഞ തട്ടുന്നുണ്ട്. പാപോയം, ആ ശ്ലോകമല്ല, അടുത്ത ശ്ലോകമാണ്. സ്ത്രീശൂദ്രാസ്ത്വത്കഥാതിശ്രവണ വിരഹിത ആസദാം തേദയാർഹ ത്വത്പാദാസന്നയാദാൻ തിജകുലജനുഷോഹന്ത ശോജാമ്യശാന്താൻ വൃത്യർത്ഥം തേയജന്തു ബഹുകഥിതമവിത്വാമനാകർണയന്തു ദൃപ്ത വിദ്യാഭിജാത്യൈഃ കിമുനവിദദതേ താദൃശം മാ കൃതാമാം എന്നാ ഭട്ടതിരിയുടെ പ്രാർത്ഥന. എന്താ ഭട്ടതിരി പറഞ്ഞതെന്നല്ലേ? അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, സ്ത്രീ, ശൂദ്രൻ മുതലായവരൊക്കെ അങ്ങയുടെ കഥാശ്രവണത്തിൽ നിയമപരമായി വിരഹിതകളാണ്. ആരോ കുറെ പേര് പറഞ്ഞു ഈ കഥയൊന്നും സ്ത്രീയും ശൂദ്രനും ഒന്നും കേട്ടുകൂടാ, അങ്ങനൊരു നിയമം ഉണ്ടാക്കി. അതുകൊണ്ട് അങ്ങയുടെ കഥ കേൾക്കാൻ സ്ത്രീക്കും ശൂദ്രനും ഒന്നും യോഗം ഉണ്ടായില്ല. അവരുടെ കാര്യം ഓർക്കുമ്പോ അനുകമ്പ ഉണ്ടാകും. തേ ദയാർഹ, അവര് ദയാർഹകളാണ്. അവരുടെ കാര്യം ഇരിക്കട്ടെ, ആസദാം ഇരിക്കട്ടെ, അതങ്ങനെ ഇരിക്കട്ടെ. ത്വത്പാദാസന്നയാദാന്തിജകുല, അങ്ങയുടെ കാൽപാദം വരെ എത്തിക്കഴിഞ്ഞ ബ്രാഹ്മണർ, അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് അങ്ങേറ്റം സങ്കടം വരുന്നത്. ശോചനീയമെന്ന് പറയേണ്ടത് അവരുടെ കാര്യം ഓർത്താണ്. എന്താ കാര്യം? അവരൊരുപാട് പറയും. മനസ്സിലായില്ല? ബഹുകഥിതം, ഭഗവാനെ പറ്റി ഒരുപാട് പറയും. പക്ഷേ അനാകർണന്മാരാണ്. അനാകർണൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ചെവി തുറന്നു വെക്കാതെ, കർണം ചെവി, കണ്ണല്ല, കർണങ്ങളില്ലാത്തവർ, സ്വന്തം ചെവി തുറന്നു വെക്കാതെ മറ്റുള്ളവരോട് പറയുന്നവർ അനാകർണന്മാർ. തങ്ങൾ പറയുന്നത് തങ്ങൾ തന്നെ കേൾക്കാറില്ല. ഈ ഭഗവത് കഥയൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് കേൾക്കുകയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ജീവിക്കാനാവില്ല. കാരണം യാവത് പ്രിയേത ജഡരം താവത് സ്വത്വം ഹി ദേഹിനാന്ന് വായിക്കുന്നവൻ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് പൊഞ്ഞിട്ടി കൊണ്ടുപോകില്ല. ഇപ്പൊ ജീവിച്ച് കാണിക്കേണ്ട ദർശനം അന്യർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് ലാഭത്തിനാണ്. ശരിയല്ല? ഭാഗവതത്തിന്റെ തത്വം ഇതാണ്, ഭാഗവതത്തിന്റെ സിദ്ധാന്തം ഇതാണ്. ഭാഗവത സിദ്ധാന്തം വെച്ചാണെങ്കിൽ പലതും പറ്റില്ല. ഇനി മുമ്പ് പറഞ്ഞ കൃഷ്ണന് മാലയിടുന്നതൊക്കെ അതൊട്ടും പറ്റുകയില്ല ഭാഗവത പ്രകാരം. അങ്ങ് പറഞ്ഞ സ്കന്ധം കഴിഞ്ഞ് 12 സ്കന്ധത്തിൽ 14-മത്തെയോ മറ്റോ ശ്ലോകത്തില് സാക്ഷാൽ സുഖബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. സുഖൻ പരീക്ഷിത്തിനോട് പറയുന്നതാണ്, കഥ ഇമാംസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശ പരേയുഷാം
വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. ലോകത്ത് കീർത്തി വിസ്തരിപ്പിച്ചവരായ രാജാക്കന്മാരുടെയും രാജവംശങ്ങളുടെയും മന്വന്തരങ്ങളുടെയും ഒക്കെ കഥ അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ അങ്ങയ്ക്ക് ലോകത്ത് കീർത്തി വിസ്തരിപ്പിച്ചവരായി രാജാക്കന്മാരുടെ കഥ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നത് വൈരാഗ്യവും വിജ്ഞാനവും അങ്ങയ്ക്ക് ഉണ്ടാവാൻ പറഞ്ഞു തന്നതാ. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ കഥിതം കഥ ഇമാംസ്തേ കഥിതാ മഹീയസാം. ഈ മഹത്തുക്കളായ രാജാക്കന്മാരുടെ കഥകള് അങ്ങയ്ക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനാണ് എന്നാൽ പറയപ്പെട്ടത്. മയാ കഥിതം എന്നാൽ പറയപ്പെട്ടത് അങ്ങനെയാണ്. എന്നാൽ അത് പരമാർത്ഥമാണെന്നങ്ങ് ധരിക്കരുത്. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞ ഈ കഥയിലെ കഥാപാത്രങ്ങളൊന്നും ചരിത്ര പുരുഷന്മാരല്ല. ചോദിക്കാതിരിക്കില്ലായിരുന്നോ നല്ലത്? ഭാഗവതം വെറുതെ ചോദിച്ചു കുളവായില്ലേ? ഭാഗവതത്തിൽ ഭാഗവതം പറഞ്ഞ പരീക്ഷിത്ത് പറയാണ്, ഞാൻ പറഞ്ഞ ഈ കഥാപാത്രങ്ങളൊന്നും ചരിത്ര കഥാപാത്രങ്ങളല്ല. ഞാൻ ഇതുകൊണ്ടൊരു വലിയ സന്ദേശം നിന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സന്ദേശം മനുഷ്യന്റെ അറിവ്, ശാസ്ത്രം അതൊക്കെ വളർന്ന് വികസിച്ച് വളരെ പരിഷ്കൃതമാകുമ്പോൾ ശാസ്ത്ര സത്യങ്ങൾക്ക് മൂർത്തീകരണം നൽകി രചിക്കുക എന്ന ശാസ്ത്ര നോവലുകളുണ്ട്. മനസ്സിലായില്ല? സയന്റിഫിക് ഫിക്ഷൻസ്. അത് വായിക്കാൻ വിവരമുള്ളവനെ പോയി ആ പുസ്തകം തൊടാവൂ. എസ് ശിവദാസ് കാർബൺ എന്ന മാന്ത്രികൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 50 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ പിള്ളേര് കാർബൺ അമ്പലം പണിയുമെന്നാ തോന്നുന്നത്. കാർബൺ എന്ന ഹാലജൻ ഗ്രൂപ്പില് വരുന്ന, ഹാലജൻ അല്ലേ കാർബണിന്റെ സംയുക്തങ്ങളൊക്കെ ആ ഗ്രൂപ്പിലാണോ വരുന്നത്? അല്ല, അത് വേറെയാ. ഫ്ലോറിൻ, ക്ലോറിൻ ഒക്കെ വരുന്നത്. സോറി, ഓർഗാനിക് വിഭാഗങ്ങളിൽ വരുന്ന ആ കാർബണെ വെച്ചുകൊണ്ട് വളരെ ഗംഭീരമായൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. കാർബൺ അവിടെ ജീവനുള്ള ഒരു കഥാപാത്രം പോലെയാണ് എഴുതിയിരിക്കുന്നത്. കുറെ കാലം കഴിഞ്ഞ് പിള്ളേര് വായിച്ചിട്ട് കാർബണിന്റെ ജന്മസ്ഥലവും കാർബൺ പണ്ട് കാലത്ത് വേറെ ചിലരെയൊക്കെ കൊന്നതിന്റെ സ്മാരകങ്ങളും ഒക്കെ വന്നേക്കും. അതിത് വായിക്കാനുള്ള വിവരമില്ലാത്തവന്മാര് വായിച്ചു തുടങ്ങിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇത് ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞല്ല. ഭാഗവതത്തിനകത്ത് 12 സ്കന്ധത്തില് ഭംഗിയായി പരീക്ഷത്തിനോട് ശുഖബ്രഹ്മർഷി പറയുന്നതാ. പ്രമാണം അതിനകത്തുനിന്നാണ്. ഞാൻ ഒന്നും അതിനകത്ത് ചേർത്തില്ല. സംസ്കൃതം കഥ ഇമാംസ്തേ കഥിതാ മഹീയസാം വിദായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. അവിടെ തു എന്ന നിപാതം പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്കൃതം അനുസരിച്ച് അത് പരമാർത്ഥമല്ല തന്നെ. അപ്പൊ ആരാധനയ്ക്ക് അവിടെയും ഈ രീതിയിൽ പാങ്ങില്ല. പാങ്ങുണ്ട് വേറെ. അത് പിന്നെ പറയാം. ഈ ഒരു ചോദ്യം കഴിഞ്ഞു. ഞാൻ ഇതുവരെ വിഗ്രഹാരാധനയെ പോലും എതിർത്ത് ഞാനൊരു വാക്ക് പറഞ്ഞില്ല. എന്നോട് നിങ്ങൾ സംസാരിച്ചോ നിലവിൽ പൗരാണിക കാലത്തുണ്ടാക്കിയ ക്ഷേത്രങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുന്ന ക്ഷേത്രം പോലും ഞാൻ അതിൽ പെടുത്തിയില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിലവിൽ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പൗരാണിക ക്ഷേത്രങ്ങൾ അവയുടെ ചരിത്രമനുസരിച്ച് ഇങ്ങനെ ആരാധിക്കാൻ ഉണ്ടാക്കിയവയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെ ഞാൻ എതിർത്തില്ല. നിങ്ങൾ കാള പെറ്റൂന്ന് കേട്ടപ്പോ കയറെടുക്കാൻ പോയത് നിങ്ങളുടെ വിവരക്കുറവ് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ ഉദ്ദേശം പണ്ടതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഹിന്ദുക്കളായവരുടെ മനസ്സിൽ ജനിതകങ്ങളിൽ തന്നെ താല്പര്യമില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കള്ളം പറഞ്ഞ് ഉള്ള ആളുകളെയൊക്കെ കയ്യില് മടിശീലയിലുള്ള കാശ് മുഴുവൻ അവിടെ ഇടിയിക്കാൻ വേണ്ടി വിടാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അന്ന് ഇത് ഉപയോഗിച്ച രീതിയിലല്ല ഇന്ന് ഉപയോഗിക്കുന്നതും. പിന്നെ ആരാധനയ്ക്കാണ് എങ്കിൽ ആരാധന ഭക്തിയുടെ തലം ആദ്യം കാമം പോകണം. അത് ഭാഗവതം തന്നെ പറയും. ഒരു കൊച്ചുകുട്ടിയാണ് അത് പഠിപ്പിക്കുന്നത് ഭാഗവതത്തിൽ. ഒരുത്തനെ അച്ഛൻ പഠിപ്പിക്കാൻ വിട്ടു. ഈ സ്കൂളിൽ പറഞ്ഞു വിട്ടു പഠിപ്പിക്കാൻ. ഇവൻ ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പഠിച്ചിട്ട് വന്നവനാ. അങ്ങനെയുള്ള വലിയ തല്ലുകൊള്ളിയാണ്. ഈ സ്കൂളിലെ പഠിപ്പ് അവന് സമ്മതാവില്ല. ഇപ്പൊ ഈ സ്കൂള് ഗംഭീരമാണ്. നമ്മുടെ ഇപ്പോഴത്തെ നഴ്സറിയേക്കാൾ കൂടിയതാണ്. അതിൽ പഠിപ്പിക്കുന്ന ആചാര്യന്മാര് ഭയങ്കരന്മാരാണെന്ന് പേരുകൊണ്ട് തന്നെ അറിയും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ആംഗ്ലോ ഇന്ത്യൻസ് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ
പെട്ടെന്ന് വിടുകയല്ലേ എന്ന് പറഞ്ഞുള്ള പേരാണ്. ഷണ്ടൻ, അമർക്കൻ എന്നൊക്കെയാണ് പേര്. പേര് കേൾക്കുമ്പോൾ തന്നെ പിള്ളേര് പേടിക്കും. ഇപ്പോൾ എല്ലാ ഈ സ്കൂളും നടത്തുന്ന ഷണ്ടാമർക്കന്മാരാണ്. അപ്പൊ ഷണ്ടനും അമർക്കനും നടത്തുന്ന സ്കൂളാണ്. ഇപ്പൊ രാജാവിന്റെ പുത്രനെ തന്നെയാ പറഞ്ഞു വിട്ടത്. ചക്രവർത്തി, രാജാവും അല്ല ചക്രവർത്തി. പുത്രൻ അവിടെ പോയി. ഇവൻ ക്ലാസ്സിലൊക്കെ ഇരിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞ സാധനം അവര് ചോദിച്ചാൽ അപ്പം മണി പോലെ ഉത്തരം അവരോട് പറയും. പക്ഷെ ഇന്റർവെല്ലൊക്കെ ഇവൻ പിള്ളേരെ വേറെ പഠിപ്പിക്കും. ഇവന്റെ വക. ഇവന് ചില തീയറിയൊക്കെ ഉണ്ട്. ഗംഭീരനാണ്. അപ്പൊ ഈ 2-3 ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ വിളിച്ച് മടി കയറ്റിയിരുത്തി 4 ആളുകളുടെ കേക്കെ പഠിച്ചതിലെ നല്ല വല്ലുണ്ട് പറ ചൊല്ല എന്നൊക്കെ പറയല്ലേ. അച്ഛന്റെ അമ്മയുടെ ഒരു വിഷമായത്. വീട്ടിൽ വല്ല മാന്യന്മാരും വന്നു കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് വളരെ കൂടിയതൊക്കെ പറയിപ്പിച്ചാലാണ് ഈ മാന്യന്മാർക്ക് ഇഷ്ടമാകുക. ഇപ്പൊ ഞങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ പിള്ളേരെ വിളിച്ചിട്ട് ഗീതയിലെ ശ്ലോകം ചൊല്ല്. ഗീതയിലെ ശ്ലോകം ചൊല്ലിയില്ലെങ്കിൽ ആകെ മോശമാണ് നമ്മുടെ വീട്. അമ്മയ്ക്കും അച്ഛനും ചൊല്ലാൻ അറിയില്ല, എന്നാലും കൊച്ചു ചൊല്ലണമെന്ന് നിർബന്ധമാണ്. വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം. അന്നേരം ഈ കുഞ്ഞിന്റെ വിഷമം കാണുമ്പോൾ പതുക്കെ വിഷയം എങ്ങനെയെങ്കിലും മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുക. കാരണം ഈ കൊച്ചിനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഉടനെ ഗീത ചൊല്ലിക്കണം. ഇത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വീട്ടിൽ വരുന്നതെങ്കിൽ ആദ്യം തന്നെ ദാസ് ക്യാപിറ്റലിൽ നിന്ന് കുട്ടി കോട്ട് ചെയ്ത് പറയണം. ഇല്ലെങ്കിൽ മോശമായി പോയില്ലേ, നമുക്ക് വരുമാനം കുറഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ മറ്റേ കോൺഗ്രസിന്റെ നേതാവ് പണപ്പിരിവിന് വരുന്നതെങ്കിൽ ഉടനെ ഗാന്ധിയെ പറ്റി കൊച്ചു പറയണം. സ്വല്പം കഴിഞ്ഞായിരിക്കും, കാരണം അതേ വീട്ടിൽ പിരിവിന് BJP-ക്കാർ വരുന്നത്. അപ്പോ കുട്ടിയെ കൊണ്ട് രാമക്ഷേത്രത്തെ പറ്റി വർത്തമാനം പറയിപ്പിക്കണം. അപ്പം പ്രസംഗിക്കുകയൊക്കെ ചെയ്യും രാമക്ഷേത്രത്തെ പറ്റി. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത കുറെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന പണിയായി ഇപ്പോൾ ഉള്ളത്. മനസ്സിലായോന്നറിയില്ല. അപ്പൊ കുട്ടികളെ ഓരോരുത്തർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോ ഈ കുട്ടികൾക്കൊന്നും യഥാർത്ഥത്തിൽ അവരുടെ ആ കുട്ടിക്കാലത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യത്തിൽ അപ്പൊ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിച്ച കൃത്രിമത്വമില്ലാത്ത ഒരു കുഞ്ഞിന്റെ കഥ ഭാഗവതത്തിലുണ്ട്. ആ കുഞ്ഞിനെയാണ് ചക്രവർത്തി തന്നെ എടുത്ത് മടി വെക്കുന്നത്. മടി വെച്ചിട്ട് ചക്രവർത്തി കുഞ്ഞിനോട് പറഞ്ഞു, നീ പഠിച്ചതിലെ നല്ലത് വല്ലതും ഉണ്ടേ പറ. വലിയൊരു അപകടമുണ്ട്. നീ പഠിച്ചതിലെ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ പറ. വക്കീലിന്റെ ചോദ്യത്തിന്റെ ഉത്തരാണേ പറയുന്നത്. നീ പഠിച്ചത് പറയാനല്ല പറഞ്ഞു, നിന്നെ ഷണ്ടനും അമർക്കനും പഠിപ്പിച്ചത് പറയാനല്ല പറഞ്ഞു, നീ പഠിച്ചതിലെ നല്ലത് വല്ലതും ഉണ്ടേ പറയാനാ പറഞ്ഞു. അപ്പൊ കുഞ്ഞ് മനോഹരമായി പറഞ്ഞു, സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനം സർവത്ര ലഭ്യതേ ദുഃഖം യഥാ ദുഃഖമയജ്ഞത. വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഇപ്പൊ കേട്ട മാത്രയിൽ സംസ്കൃതം നന്നായിട്ട് അറിയുന്ന ആളാണ് ചക്രവർത്തി. അപ്പൊ അത് അന്നത്തെ ഭാഷ ഏതാണ്, ആ ഭാഷയിലാണ് പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ ചക്രവർത്തിക്ക് ഇത് കേട്ടപ്പോഴേ കാര്യം പിടികിട്ടി. മകൻ പറഞ്ഞത് സംഗതി അപകടം പിടിച്ചതാണ്. ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൻ പറ്റില്ല. മടിയിൽ എടുക്കുക ഒരു ഏറ് വെച്ചു കൊടുത്തു. ആളെ വിളിച്ചു, പഠിപ്പിക്കുന്നവനെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞു, ഇതാണ് അവനെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഷണ്ടനും അമർക്കനും ഒക്കെ തുള്ളി വന്നു, വിറച്ചുകൊണ്ട് വന്നു. പറഞ്ഞു, ഇങ്ങനെയാണോടാ പഠിപ്പിക്കുന്നത്? അവൻ പറഞ്ഞു കേട്ടില്ലേ, സുഖം ഇന്ദ്രിയത്തിന്റെയാണ്, അത് ദേഹത്തോട് യോജിക്കുമ്പോഴുണ്ടാകുന്നതാണ് സുഖം. താൽക്കാലികമാണ്. എല്ലാ ദുഃഖവും പെട്ടെന്ന് കിട്ടും, അതിന് പ്രയത്നിക്കുകയും വേണ്ട. ദുഃഖമാണെങ്കിൽ പ്രയത്നിക്കണ്ട. സുഖത്തിനാണെങ്കിൽ ദേഹത്തോട് ദേഹി യോജിച്ചാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് സുഖദുഃഖങ്ങൾക്ക് അതീതമായി ചിന്തിക്കേണ്ടതാണ് എന്ന അർത്ഥം വരുമാറ് കുഞ്ഞു പറഞ്ഞപ്പോഴാണ് ഇഷ്ടപ്പെടാവുന്നത്. സുഖം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കുന്നത് ചക്രവർത്തി ഇരുന്ന്, മകനെയും കൂടെ സൂചിപ്പിക്കാൻ. അവനാ ഇത് പഠിച്ചിട്ട് തിരിച്ചടിക്കുന്നത്. അതും കൊച്ചു പയ്യൻ എടുത്തൊരേറ് വെച്ചു. ഷണ്ടനും അമർക്കനും ഒക്കെ ഉത്തരവ് കൊടുത്തു, ഇനി നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കുറെ കൊള്ളിക്കരുതാത്തവന്മാർ ഇതിലേക്ക് കറങ്ങുന്നുണ്ട്. അവന്മാരായിരിക്കും കൊച്ചിന് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോ അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നല്ലത് തന്നെ പഠിപ്പിക്കണം. ശരി, ഇനി പോലെ അങ്ങനെ ചെയ്തോളാന്നൊക്കെ പറഞ്ഞ് ഉത്തരവാക്കി അവർ പോയി. 1 മാസം പഠിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും മകൻ പഠിച്ചത് മാറിയിട്ടുണ്ടോ എന്നറിയാൻ സ്വാഭാവികമായിട്ട് അച്ഛൻ വിളിച്ചു ചോദിക്കുമല്ലോ. വിളിച്ച് മടിയിലിരുത്തി. അപ്പൊ ആദ്യം പറഞ്ഞ 1-ാം പാഠമാണ്. ആ 1-ാം പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ 2-ാം പാഠം ഉൾക്കൊള്ളാം. അപ്പൊ മടിയിലിരുത്തിയിട്ട് അച്ഛൻ ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതാണ് ഭക്തി. ഇതാണ് ഭാഗവതം കാണുന്ന ഭക്തി. ഇതാണ് അറിയേണ്ടതെങ്കിൽ അതിനുവഴി അത് ചോദിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ വഴി. അതാണ് അച്ഛാ, സുഖം ഇന്ദ്രിയത്തിന്റെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു വഴിയുണ്ട്. ശ്രവണം, കേൾക്കണം.
പാരമ്പര്യങ്ങളിൽ നിന്ന് കേട്ടറിയണം ഇതിന്റെ വഴി ശാന്തി കിട്ടാൻ. സ്വന്തം ബുദ്ധിയിൽ മെനഞ്ഞെടുക്കരുത്. അതിന്ന് നിങ്ങൾക്ക് ശരിയായിരിക്കും, നിങ്ങൾ നാളെ അതിൽ നിന്ന് മാറുമ്പോൾ അത് തെറ്റാവും. കാരണം എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. ഇന്ന് നിങ്ങൾ നിലകൊള്ളുന്ന ആശയത്തിൽ എത്തിയിട്ട് എത്ര നാളായി? നിങ്ങൾ ജനിച്ചത് മുതൽ ഇതുവരെ നിങ്ങൾ വെച്ച് പുലർത്തിയതാണോ നിങ്ങളുടെ ബന്ധങ്ങളും ദർശനങ്ങളുമെല്ലാം? അതോ ഇതിനു മുമ്പുള്ള പലതിനെയും തള്ളിക്കളഞ്ഞാണോ നിങ്ങൾ ഇവിടെ എത്തിയത്? നിങ്ങൾ അവിടെ നിന്നപ്പോഴുള്ള വികാരങ്ങള് ഇവിടെ എത്തിയപ്പോൾ മുമ്പ് നിന്നതിനോടുള്ള എതിർപ്പും ഇന്നുള്ളതിനോടുള്ള ആനുകൂല്യവുമായി വികാരമായി മാറുകയാണോ, വിചാരമായി വളരുകയാണോ? ചോദ്യം സ്വയം ചോദിച്ചാൽ മതി, മറ്റൊരാൾ ചോദിക്കണ്ട. നിങ്ങളൊക്കെ ജനിച്ചത് മുതൽ ഇന്ന് വരെ വെച്ചു പുലർത്തിയ ഒരു ദർശനത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായി എണ്ണാം. നിങ്ങൾ മകനായിരുന്നപ്പോഴും, നിങ്ങൾ അച്ഛനായി കഴിഞ്ഞപ്പോഴും, നിങ്ങൾ ഉദ്യോഗസ്ഥനായപ്പോഴും അനുദ്യോഗസ്ഥനായപ്പോഴും, നിങ്ങൾ സാമാജികനായപ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം നിങ്ങൾ വച്ചു പുലർത്തുന്ന ദർശനവും ഇതും വികാരലേശമില്ലാതെ വിചാരത്തിൻ്റെതാണെന്ന് പറയാൻ കഴിയുമെങ്കിൽ, അല്ല, കുറെ കാലഘട്ടത്തേക്ക് നിങ്ങൾ കൊണ്ടു നടന്ന പലതിലും വികാരാവേശത്താൽ അതിന്റെ അനുയായിയോ നേതാവായോ അടരാടിയ കാലങ്ങളിൽ വെച്ചു പുലർത്തിയ ആശയങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് വിട്ട് മറ്റൊന്നിൽ വന്നപ്പോൾ ഇന്ന് വെച്ചു പുലർത്തുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ നാളെ ഇതും മാറിക്കൂടെ? മാറ്റമുള്ള ഒന്ന് സനാതനമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് പിടിക്കാത്തതായിരിക്കും. മാറ്റമില്ലാത്തത് സനാതനമാണ്. സനാതന സമ്പ്രദായമനുസരിച്ചുള്ള ഗാർഹസ്ഥ്യമുണ്ട്, സനാതന സമ്പ്രദായമനുസരിച്ചുള്ള ബ്രഹ്മചര്യമുണ്ട്, സനാതന സമ്പ്രദായമനുസരിച്ചുള്ള സന്യാസവും വാനപ്രസ്ഥവുമുണ്ട്. അതിൽ വികാരത്തിന് പ്രാധാന്യമില്ല, വിചാരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നല്ലപോലെ വിചാരം ചെയ്തിട്ട് മാത്രം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ കൊച്ചു കുഞ്ഞ്, പേര് പ്രഹ്ലാദൻ, ഈ പേര് കേട്ടിട്ടുണ്ടാവും. അച്ഛന്റെ പേര് ഹിരണ്യകശിപു, പേരന്വർത്ഥമാണ്. ഹിരണ്യം സ്വർണം, കശിപു മെത്ത. സ്വർണമെത്തയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവൻ ഹിരണ്യകശിപു. സ്വർണമെത്തയിൽ കിടക്കാനുള്ള ആഗ്രഹം, സ്വർണം മായ. ഈ പ്രപഞ്ചം മായാമയമാണ്. മായാമയമായ പ്രപഞ്ചം അതിന്റെ സ്വഭാവമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മാറുന്ന പ്രപഞ്ചത്തിന്റെ മാറ്റത്തെ മനസ്സിലാക്കുന്നതാണ് സനാതനം. മാറ്റമില്ലാത്ത സത്യത്തെ മനസ്സിലാക്കലും. അത് മനസ്സിലാക്കാതെ കിടക്കുന്നവൻ ഹിരണ്യകശിപുവാണ്. അതുകൊണ്ട് അവൻ പറയും തന്റെ നാമം എല്ലാവരും ജപിക്കണമെന്ന്. അതുകൊണ്ട് അവൻ തന്നെ എല്ലാത്തിനെയും എതിർക്കും. ഭൗതികതയ്ക്കപ്പുറം യാതൊന്നുമില്ലെന്ന് തീരുമാനമെടുത്തവനാണ് ഹിരണ്യകശിപു. ഭൗതികതയ്ക്ക് വേണ്ടിയാണ് അവന്റെ എല്ലാ വഴക്കുകളും. ഭൗതികേതരമായ ഒന്നിൽ നിന്ന ദർശനങ്ങളെപ്പോലും അവൻ ഭൗതികത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും. അത്തരം ഹിരണ്യകശിപു പ്രമാണത്തിലുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതല്ല രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞത്. അതിന് ശ്രവണം ചെയ്യണം. അതീതി ബോധാചരണ പ്രചാരണ എന്നാണ്. വികാരമുള്ളവർ ഒരിക്കലും അതീതത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല. അവര് സ്കൂളിൽ പോകുമ്പോഴും പഠിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കുന്നവനെ പഠിക്കാൻ ശ്രമിക്കും. 2 ആഴ്ച ഈ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് അവൻ അപ്പുറത്തൊരു സ്കൂൾ തുടങ്ങും. കാരണം പഠിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കുന്നവനാണ് മഹത്വമുള്ളത്. ശരിയല്ലേ? ഉടനെ അത് തുടങ്ങും. 4 ആഴ്ച വണ്ടിപ്പണി പഠിക്കാൻ പോയിരുന്നാൽ 4 ആഴ്ച കൊണ്ടാണ് പഠിച്ചെടുക്കാവുന്നതെങ്കിൽ 1 ആഴ്ച കഴിയുമ്പോൾ ആളുകൾ വന്ന് വണ്ടി പണിയിപ്പിക്കുന്ന മുതലാളിയോട് സംസാരിക്കുന്നതും മറ്റു കാര്യമൊക്കെ കാണുന്നതുകൊണ്ട് അവൻ ഉടനെ തന്നെ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഇടും. പക്ഷെ പലപ്പോഴും അവൻ നിങ്ങളുടെ വണ്ടിയുടെ പാർട്സ് എടുത്ത് വേറൊരുത്തന് ഇട്ടുകൊടുത്ത് കാശ് വാങ്ങിക്കും. കാരണം അവൻ ശരിക്ക് പഠിച്ചവനല്ല. ഇതിനൊരു പാരമ്പര്യം. ക്ഷേമ ആത്മവാൻ, നിന്റെ യോഗവും ക്ഷേമവും വരെ അതിവർത്തിക്കട്ടെ. കേട്ടു? ഇതാണ് ഭാരതീയ ദർശനം. എന്നാൽ തമസിനെ രജസ് കൊണ്ടും രജസിനെ സത്വം കൊണ്ടും അല്ലാതെ തമസിൽ നിന്ന് നേരിട്ട് അതിക്രമിക്കാൻ വഴിയില്ല. തമോ ഗുണപ്രധാനനായ ഒരുവന് ഗുണാധിക്യം തമസിലായോണ്ട്, എന്തുകൊണ്ട് അവൻ എപ്പോഴും തമസിലായിരിക്കില്ല. ചെറിയ വെള്ളി വെളിച്ചം സത്വത്തിന്റെ കാണും. ഒരുമാതിരി നല്ല നിലയിൽ രജസ് കയറി പ്രവർത്തിക്കുന്നുണ്ടാവും. ആ രജസിനെ സത്വവുമായി കൂട്ടുപിടിച്ച് തമസിൽ നിന്ന് വേർപെടുത്തി രജസാധിക്യമുള്ള തമസാക്കി
പ്രാരബ്ധങ്ങളിൽ നിന്ന് മുക്തനായി വീണ്ടും സത്വമധികമുള്ള സത്വഗുണപ്രധാനനായി ശാന്തനായി അവിടുന്ന് സത്വത്തെയും അതിക്രമിക്കാൻ ഭാരതീയ ആചാര്യന്മാർ പറയും. ഇതാണ് ക്രമമുക്തി. അതിന് പറയുമ്പോഴാണ് അവർ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും പറയുന്നത്. അങ്ങനെയേ സന്യാസമുള്ളൂ. ഒരു ജന്മത്തിലല്ലായിരിക്കാം, പല ജന്മത്തിലായിരിക്കാം. ആരെങ്കിലും ഇപ്പം വന്ന് ഒരുത്തൻ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഡയറക്റ്റായി സന്യാസിയായി വിജയിച്ചതായി നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അവൻ മുമ്പ് ഗാർഹസ്ഥ്യം കഴിഞ്ഞതുകൊണ്ടായിരിക്കണം. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആശ്രമത്തിൽ അവൻ ഗാർഹസ്ഥ്യം ഉണ്ടാക്കും, തുടങ്ങും. സംശയിക്കേണ്ട. അപ്പോൾ പിന്നെ അത് അർത്ഥവിരാമത്തിലെത്തും. വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മയത് വേദവിദോ വദന്തി പരാ ചൈവ അപരാച. ദൃശ്യം ദൃക്ക് എന്ന് രണ്ടാണ് ഈ പ്രപഞ്ചം. പിരിയുന്നിത് ദൃക്ക് ദൃശ്യമെന്നിരുപങ്കാർന്ന് അഖില പ്രപഞ്ചവും. അറിയുന്നതു ദൃക്ക്, അതേതിനെ അറിയുന്നു, ആയത് ദൃശ്യരൂപമാം. വിദ്യാനന്ദ തീർത്ഥപാദരെ ഉദ്ധരിക്കാമെന്ന് തോന്നുന്നു. നല്ല നിർവചനം മലയാളത്തിൽ അതാണ് കിട്ടാവുന്നത്. പിരിയുന്നിതു ദൃക്കു ദൃശ്യമെന്നിരുപങ്കാർന്ന് അഖില പ്രപഞ്ചവും. അറിയുന്നതു ദൃക്ക്, അതേതിനെ അറിയുന്നു, ആയത് ദൃശ്യരൂപമാം. ഏത് അറിവെടുത്താലും അറിയുന്നവനും അറിവുമെന്ന് രണ്ടുണ്ട്. അറിയുന്നതൊക്കെ ദൃശ്യം, അറിയുന്നവൻ ദൃക്ക്. അറിയുന്നവന്റെ അറിവിന് വിഷയീഭവിക്കുന്നത് കൊണ്ട് അറിയുന്നതെല്ലാം അറിയുന്നവനേക്കാൾ ചെറുതാണ്. വിൽക്കുന്നില്ല. നിങ്ങൾ പലയിടത്തും പലരും എടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ടും ഒക്കെ കിട്ടും. അത് മേടിച്ചിട്ടൊന്ന് കേട്ടു നോക്കുക. ഇത് നിങ്ങളുടെ നാടിനും നിങ്ങളുടെ സംഘടനയ്ക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞ് മാത്രം വിളിക്കുക. കാരണം ഞാൻ നാട് നന്നാക്കാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, നശിപ്പിക്കാനും. ഇതൊക്കെ ഞാൻ പഠിച്ചത് എനിക്ക് നന്നാകാനാണ്. അതിലൊരുമാതിരി വേണ്ട പോലെ നന്നായതായിട്ടാണ് എന്റെ വിശ്വാസം. എന്റെ മനസ്സിന്റെ സന്തോഷവും എന്റെ മനസ്സ് കൊണ്ടുപോകുന്ന തലങ്ങളും ഇങ്ങനെ ആയിത്തീർന്നത് ഇതൊക്കെ പഠിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ സംതൃപ്തനുമാണ്. അതിനപ്പുറം ഇത് ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല. അതെ, അതിനാ ഞാനിത് പറയുന്നത്. അതിന് ഇനി ചോദ്യം വരാതിരിക്കാനാണ് ഇത് പറയുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ ഇത് പറയുന്നത്. അങ്ങ് പറഞ്ഞ ആ ഒറ്റ കാര്യത്തിന് ഞാനിപ്പോ ഇത്രയും പറയേണ്ടി വന്നു, അല്ലെ? പറയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് കേൾക്കാതിരിക്കാം. നിങ്ങളുടെ ആരെങ്കിലും ഇത് കേട്ട് നശിച്ചു പോകുമെന്ന് തോന്നിയാൽ അവരെ കേൾപ്പിക്കാതിരിക്കാം. അല്പം കൂടെ കിടന്ന് ആരും ഇങ്ങനെയൊന്നും മനസ്സിലാക്കിക്കൂടാന്ന് തോന്നിയാൽ ഞാൻ ഇറങ്ങിപ്പോകുമ്പം എന്നെ തന്നെ അങ്ങ് ഇല്ലാതാക്കാം. ദീസ് ആർ ഓൾ വെൽക്കം. ഒരു വിരോധവും അതിനില്ല. പക്ഷേ അടിസ്ഥാന സത്യങ്ങളെ മാറ്റി പറയാൻ ആവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക. ശ്രദ്ധിച്ചു പഠിക്കണമെങ്കിൽ അതീതി ബോധാചരണ പ്രചാരണ. അങ്ങനെ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ കിടന്നു തന്നെ പഠിച്ചു. അങ്ങനെ അവരെ പഠിക്കാമെന്ന ഈ ദർശനം പറയുന്നത്. പുറത്തു വന്നാൽ അപ്പൊ എത്ര എളുപ്പമായിരിക്കും. അകത്ത് പഠിച്ചെങ്കിൽ, അകത്ത് പഠിച്ചവനാണ് മുമ്പ് പറഞ്ഞ പ്രഹ്ലാദൻ. അതായത് പറയാം, ഇതിനോട് ചേർന്ന് വരുന്നതാ മനുസ്മൃതി. ഇത്തരം രംഗങ്ങളിൽ അതിനൊരു വഴി പറയും. 3 ദണ്ഡങ്ങളാണ് മനുഷ്യനിൽ ഇതിനുള്ളത്. 1 മനോദണ്ഡം, 2 വാഗ്ദണ്ഡം, 3 കായദണ്ഡം. കുറ്റങ്ങളെയും മനുസ്മൃതികാരൻ 3ആയി തിരിക്കും. മനസ്സുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങൾ, അതിന് പ്രായശ്ചിത്താദികൾ അനിവാര്യമാണ്. അകാരണമായ ഒരാളിന്റെ വിനാശത്തെ നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ വിനാശം തുടങ്ങും. അതിന് പ്രായശ്ചിത്തം വേണം. കാരണം മനസ്സവിടെ നമ്മുടെതാണ് നശിക്കുന്നത്. അപ്പൊ മനോദണ്ഡം. 2 വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് ദണ്ഡമുണ്ടാക്കിയാൽ, വാക് പാരുഷ്യവും മറ്റും, അത് അടുത്ത ദണ്ഡമാണ്. 3 ശരീരത്തിനേൽപ്പിക്കുന്ന ആഘാതങ്ങൾ, ഹിംസകൾ. ഇങ്ങനെ 3 എണ്ണമുണ്ട്. 3നും ഒന്നാമത്തതിന് 3, രണ്ടാമത്തതിന് 4, മൂന്നാമത്തതിന് 3 എന്ന് 4, 3, 3, 4, 7, 3, 10 പിരിവുകളുമുണ്ട്. അത് വെച്ചാ ഇന്ത്യയുടെ ലോ മുഴുവൻ അന്നും പോയിരുന്നത്. ഈ 3 ദണ്ഡങ്ങളെയും അതിക്രമിക്കുമ്പോഴാണ് ത്രിദണ്ഡിനാകുന്നത്. അവരാണ് പണ്ട് നിയമമൊക്കെ നടത്തിയിരുന്നത്. ന്യായാധിപന്മാർ, ശങ്കരാചാര്യന്മാരിൽ ചിലർ 3 ദണ്ഡുള്ളവരുണ്ട്. ആ ദണ്ഡ് അവര് വാഗ്ദണ്ഡം, മനോദണ്ഡം, കായദണ്ഡം ഒക്കെ കളഞ്ഞാണ്. അതിൽ മനോദണ്ഡം മാത്രം തീരുകയും വാക്കും പ്രവൃത്തിയും ഇനിയും
കുറെ കൂടെ നന്നായാനുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, മഠമുള്ളത് കൊണ്ട്. അപ്പോഴാണ് ഏകദണ്ഡിയാകുന്നത്. ഇതിനൊക്കെ റൂളുണ്ട്. ഇതിന് പകരം എനിക്ക് അഭിമാനം തോന്നി നാളെ രാവിലെ ഒരു മുളങ്കമ്പെടുത്ത് അതിന്റെ മുട്ട് നോക്കി മുറിച്ച് അതിലൊരു ഉണ്ടയും കെട്ടി തൂക്കി അതിലെന്റെ പൂണൂലും കെട്ടിയാൽ ഞാൻ എന്നിട്ട് ഏകദണ്ഡിയാണെന്ന് പറഞ്ഞ് നടന്നാൽ ജനം പരിഹസിക്കും. ഇത് ജീവിതത്തിന്റെ ഒരു ആധ്യാത്മികമായ അനുഭൂതിയുടെ ഒരു തലമാണ്. സനാതന ധർമ്മത്തിൽ ഇങ്ങനെ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ ആരും അംഗീകരിക്കും, ആരും ഇത് സ്വീകരിക്കുകയും ചെയ്യും. യുക്തിക്ക് നിരക്കുന്നതും സനാതനവുമായതൊന്നും ആർക്കും വലിച്ചെറിയാൻ സാധിക്കില്ല. അതിനാ സനാതനം എന്ന് പേരുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചത്, നിങ്ങളൊക്കെ ആദ്യം മുതൽ ഇവിടം വരെ ഒരേ ദർശനത്തിലൂടെയാണോ പോന്നത്, അതോ മാറി മാറി അനേക ദർശനങ്ങളിലൂടെ പോന്നപ്പോൾ നിങ്ങൾ വികാരം കൊണ്ടവരാണോ? പറയേണ്ട ഉത്തരം സ്വയം ആലോചിച്ചാൽ മതി. പറഞ്ഞാൽ വഴക്കിനിടയാവും. നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ അനേക ദർശനങ്ങളിൽപ്പെട്ട അനേക കാലങ്ങളിൽ അനേക വികാരങ്ങളിൽ ജീവിച്ച് ആ വികാരങ്ങളുടെ തലങ്ങളിലെല്ലാം പലതിനോടും എതിർപ്പ് നമ്മുടെ സ്വഭാവമായി തീർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പഠിക്കാനായില്ല. ഇതാണ് ആ കൊച്ചു കുഞ്ഞ് അച്ഛനോട് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാ പറഞ്ഞ, അച്ഛാ ശ്രവണം, കേൾക്കണം. ആദ്യം പറഞ്ഞാ പോരാ. 2, കേട്ട വസ്തു കീർത്തനീയമാണെങ്കിൽ കീർത്തിക്കണം. കേൾക്കുന്നത് കീർത്തനീയമായിരിക്കും. ശ്രവണം, കീർത്തനം. സർവവ്യാപകമായിരിക്കുന്ന ആ ബോധത്തെ വ്യാപ്നോതീതി വിഷ്ണു, സ്മരിക്കണം. വിഷ്ണോഹു സ്മരണം. ആ പാദങ്ങളെ സേവിക്കണം. പാദസേവനം. എല്ലാ പാദങ്ങളും ആ പാദങ്ങളാണെന്ന് അറിഞ്ഞ് സേവിക്കണം. അർച്ചിക്കണം. അവിടെ അർച്ചനമുണ്ട്. മുമ്പ് പറഞ്ഞ അർച്ചനം അവിടെയുണ്ട്. വന്ദിക്കണം. ദാസനെ പോലെ കഴിയണം. സഖാവിനെ പോലെ കഴിയണം. ആത്മനിവേദനം നടത്തണം. ഇങ്ങനെ 9 വിധ പക്തിയും അതിലൊന്നായ അർച്ചനയുമുണ്ട്. പക്ഷെ ആ അർച്ചനയിൽ അർച്ചകൻ ഈ ഭാവത്തിലെത്തി അർച്ചിക്കണം. അതിന് സഹായകമാകുന്ന എല്ലാ അർച്ചനകളും സനാതനങ്ങളാണ്. അതല്ലെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിചാരം. ഇവിടെ അത് കൺക്ലൂഡ് ചെയ്യാം. വക്കീലിന്റെ ചോദ്യം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ഏറ്റു. ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നതെന്ന് എല്ലാവരും ഓർക്കണേ. ഇല്ലെങ്കിൽ മുമ്പത്തെ പോലെ പ്രശ്നങ്ങളാവും. ഞാൻ എക്ലെയേഴ്സിനെ നിർത്തിയിട്ടുമില്ല. എക്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയോ? ഇംഗ്ലണ്ടില് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥി അയാളുടെ എക്ലെയേഴ്സിനെ നിർത്തും ചോദ്യം ചോദിക്കാൻ. അയാൾ തന്നെ ചോദ്യം പഠിപ്പിച്ചിട്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജ്യോതിഷം യവന സംഭാവനയും ജ്യോതിശാസ്ത്രം ഭാരതീയ സംഭാവനയുമാണ്. ജ്യോതിഷം എന്ന് ഭാരതീയർ പറയുന്ന ജ്യോതിഷം ഖഗോള വിജ്ഞാനീയം എന്നറിയപ്പെടുന്ന ജ്യോതിശാസ്ത്രമാണ്. അത് തികച്ചും ഗണിത യുക്തിയിൽ തന്നെ ശാസ്ത്രീയമാണ്. ആര്യഭട്ടൻ, ഭാസ്കരൻ രണ്ടാമൻ, ശങ്കരൻ, ആദിശങ്കരാചാര്യരല്ല, വേറൊരു ശങ്കരനുണ്ട്, ശങ്കരൻ, ബ്രഹ്മഗുപ്തൻ, ഇവരൊക്കെ അതിൽപ്പെട്ട ആചാര്യന്മാരാണ്. വളരെ നിഷ്ണാതന്മാരുമാണ്. അത് വേദാന്തത്തിന്റെ കണ്ണാണ്. വേദങ്ങളുടെ അംഗവുമാണ്. വേദാംഗമാണ്. ഇന്ന് ജ്യോതിഷം എന്ന് പരക്കെ പറയുന്നത് അതിനെ അല്ല, പ്രവചനങ്ങളെയാണ്. ആധുനിക കാലത്ത് അത് വളരെ കൂടി വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്നതിൽ ജ്യോതിഷികളും ഉണ്ടാവാം. അവർ തൊഴിലിനെ ഓർത്ത് എന്നോട് ദേഷ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുണ്ടാകാം, അവർക്കും ദേഷ്യം വരുമോ എന്ന് എനിക്കറിയില്ല. ഈ ജ്യോതിഷം ആഗമനിക രീതിയിൽ യവന സാമ്രാജ്യത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണെന്നാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾ ചോദിക്കും എവിടെയാ ചരിത്രം? സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണങ്ങൾ ഇന്ന് പുസ്തക രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഇംഗ്ലീഷ് 4ാം വോളിയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മലയാളം 7ആണെന്നും തോന്നുന്നു. നിങ്ങൾ ആ പുസ്തകം എടുത്തു വെച്ചിട്ട് ഇംഗ്ലീഷാണ് തപ്പുന്നതെങ്കിൽ മാൻ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതൊക്കെ പണ്ട് സ്വാമി പറഞ്ഞു കഴിഞ്ഞ സാധനം ഞാനീ പറയാൻ പോകുന്നത്. സ്വാമി നിങ്ങൾക്ക് ആരാധ്യനായതുകൊണ്ട് ഏതായാലും സ്വാമിയെ എതിർക്കാൻ നിവൃത്തിയുണ്ടാവില്ല. അല്ലെങ്കിൽ സ്വാമിയും കള്ളനാണെന്ന് നാളെ പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇപ്പോ സ്വാമിയെ ചുമക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു, അല്ലേ?
DYFI അവരുടെ കവാടങ്ങളിലൊക്കെ സ്വാമിയുടെ മുഴുവർണ്ണ ചിത്രങ്ങൾ വെച്ചിരുന്നത് ഇങ്ങനെ യാദൃച്ഛികമായി കാണാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കൊരു ശങ്കയും തോന്നി, കൊടിക്ക് നിറം കുറച്ച് മാറി തുടങ്ങിയോ. എന്റെ ശങ്കയാണ്. ആ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഒന്ന്, മാൻ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി എന്ന ഹെഡിങ്ങിൽ മലയാളത്തിൽ മനുഷ്യൻ അവന്റെ വിധിയുടെ വിധാതാവ് ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പോയി എടുത്ത് വായിച്ചു നോക്കണം. സ്വാമിജി പറയുന്നതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം. അപ്പം പ്രിന്റഡായി കിട്ടാൻ നിങ്ങൾക്ക് എളുപ്പമുള്ളതായി ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ അല്ലാതെ 100 ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട് ഇതിന് ചരിത്രം പറയാൻ. അവ ഇന്ന് പലപ്പോഴും നിങ്ങൾക്ക് പുസ്തക മാർക്കറ്റിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ തെളിവായി പറഞ്ഞത്. സ്വാമിജിയുടെ അഭിപ്രായത്തിലും ഇത് തന്നെയാണ്. ആഗമനിക രീതിയിൽ, സ്വാമിജി ആഗമനിക രീതി എന്ന് ഉപയോഗിക്കുന്നില്ല, അത് ഞാൻ ഉപയോഗിക്കുന്ന പദമാണ്. ലോജിക്കിന് 2 റീസണിങ് ഉണ്ട്. ലോജിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ, ഒന്ന് ഇൻഡക്റ്റീവ് റീസണിങ്, 2 ഡിഡക്റ്റീവ് റീസണിങ്. രണ്ടും ശാസ്ത്രം സ്വീകരിക്കാറുണ്ട്. ഡിഡക്റ്റീവ് റീസണിങ് ആണ് സനാതനമായ റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് മാറാം. ഒരു ത്രികോണത്തിന്റെ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രി എന്ന് 1000 ത്രികോണം വരച്ചു നോക്കി അളന്നു നോക്കിയാൽ കിട്ടും. അത് ആഗമനിക രീതിയാണ്. ഒരു ത്രികോണത്തിന്റെ ഒരു വശം വലത്തോട്ട് നീട്ടി കിട്ടുന്ന രീതി നിഗമനിക രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഇവർ ഒരു രാജ്യത്തിൽ പിറക്കുന്ന കുട്ടികള് ജനിച്ചാൽ ഉടനെ ആ സമയം കുറിച്ചു വെക്കാൻ തുടങ്ങി. യവന സാമ്രാജ്യത്തിൽ പണ്ട് ആ സമയം കുറിച്ചിട്ട് ആ കുട്ടിയുടെ ജീവചരിത്രം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു 1000 വർഷം ജനിച്ചവരുടെ മുഴുവൻ ജനന സമയവും അവരുടെ ജീവിതവും എഴുതി വെച്ചു. അതിൽ ചില സാങ്കത്യങ്ങൾ അവർ കണ്ടെത്തി. ചില സാങ്കത്യങ്ങൾ, എല്ലാമല്ല, ചില സാങ്കത്യങ്ങൾ. ആ ഡൈനാസ്റ്റി മരിച്ചപ്പോൾ ഈ ഗ്രന്ഥം ഇന്ന് നാം ജ്യോതിഷികൾ എന്ന് പറയുന്ന പ്രവചനക്കാരുടെ സമൂഹത്തിന്റെ കയ്യിൽ കിട്ടി. അതിനെ അവലംബിച്ചുകൊണ്ട് യവന സാമ്രാജ്യത്തിൽ നിലനിന്ന യവന ആചാര്യന്റെ സമ്പ്രദായം, ഇവിടെ അതിന് യമുന ആചാര്യൻ എന്ന് പേര് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇന്ത്യയും യവന സാമ്രാജ്യവുമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കും. സ്വാമിജിയും ഈ അഭിപ്രായം ശക്തമായി പറയുന്നുണ്ട്. സ്വാമിജി ഒരു വാക്കുകൂടെ പറയുന്നുണ്ട്, ഒരു നക്ഷത്രത്തിന് നമ്മുടെ ജീവിതത്തെയെല്ലാം നിയന്ത്രിക്കാനായാൽ, അത് മറ്റൊരു മനുഷ്യന് കണ്ടെത്താനായാൽ, അത് പരിഹാരം ചെയ്യാൻ വേറൊരു മനുഷ്യൻ തന്നെയാണെങ്കിൽ, മനസ്സിലായില്ല, നക്ഷത്രം നമ്മുടെ മേലേൽപ്പിക്കുന്ന ആധിപത്യം ഒരു മനുഷ്യനാണ് കണ്ടെത്തുന്നത്, നമുക്ക് കണ്ടെത്താൻ പറ്റാത്തപ്പോ അതിന് പരിഹാരം വേറൊരുത്തനാ ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞും പലപ്പോഴും പരിഹൃതമാകാതെയും പോകുന്നുണ്ട്, വീണ്ടും ചെയ്യേണ്ടി വരും. ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നൊന്നപ്പുറം പോകാൻ പറ്റില്ല എന്ന് സ്വാമിജി ഉറപ്പിച്ചു പറയുന്നുണ്ട്. മാത്രവുമല്ല, സ്വാമിജി കടത്തി പറയുന്നത്, യു ക്യാൻ സ്വാളോ ഈവൻ ദ സ്റ്റാർസ്, യു ക്യാൻ സ്വാളോ ഈവൻ ദ സ്റ്റാർസ്. നിങ്ങൾക്ക് ഈ നക്ഷത്രങ്ങളെയും വിഴുങ്ങാം. കാരണം ബോധമാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്നിലിരിക്കുന്ന ബോധമാണ്. അത് കേവലമാണ്, നിരുപാധികമാണ്. കാമം ഉണ്ടാകുമ്പോഴാണ് അത് പരിമിതമാകുന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് പഠിപ്പിക്കും, തത് ഏജതി തത് ന ഏജതി. അത് ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല. ഉപാധിയിലാവുമ്പോൾ ചലിക്കുന്നു, ഉപാധിയില്ലെങ്കിൽ ചലിക്കുന്നില്ല. അപ്പൊ ഉപാധിയോടുകൂടിയ ജീവൻ ഒട്ടേറെ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കേണ്ടതു തന്നെയാണ്. അതില്ലാതാക്കാൻ ഈ പ്രവചനങ്ങൾ കൊണ്ടാവില്ല. ഇതാണ് സ്വാമിജിയുടെയും അഭിപ്രായം. എന്റെ അഭിപ്രായവും മറ്റൊന്നല്ല. ഭാരതീയ ദർശനം പഠിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ചുറ്റുപാടുകൾക്കും വരുന്നതൊക്കെ അവശ്യം ഭാവികളാണ്. അവയിൽ നിങ്ങളുടെ മനസ്സ് പതറാതിരിക്കുക എന്നുള്ളതാണ് ഭാരതീയ ദാർശനികന്മാർ നമുക്ക് തന്ന ദർശനത്തിന്റെ ഏറ്റവും വലിയ വലിപ്പം. ബലഹീന മനസ്സുകളാണ് ജ്യോതിഷത്തെ സമീപിക്കുന്നതെന്നും സ്വാമി വിവേകാനന്ദൻ അഭിപ്രായമുണ്ട്. ഞാനിതെല്ലാം സ്വാമി വിവേകാനന്ദനെ കൂട്ടി യോജിപ്പിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇതെല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് ഉത്തരം പറയാതെ പറയാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാമിജി വളരെ ശക്തിയായി ഒരിക്കലും ജ്യോതിഷത്തിലേക്ക് പോകരുതെന്ന് തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല, ചെറിയ ചെറിയ ദുഃഖങ്ങളില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? ദുഃഖസുഖങ്ങളും
വിണ്ണരകങ്ങളും മനസ്സിന്റെ സൃഷ്ടിയാണെന്ന് ഭാരതീയ വൈജ്ഞാനികന്മാർ ഒന്നിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈശ്വരന്റെ സൃഷ്ടിയല്ല. ഈശ്വരൻ നിങ്ങൾക്ക് വെളിയിലായിരിക്കുകയും നിങ്ങൾക്ക് സുഖദുഃഖങ്ങൾ തരുന്നവനാകുകയും ചെയ്താൽ നിങ്ങൾ സമറ്റിക് മതങ്ങളുടെ അനുയായികളായി. ഭാരതീയ ദർശനം ഈശ്വരനെ തന്നിലും പുറത്തും ഒരുപോലെ കാണുന്നതാണെന്ന് സമ്മതമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനുള്ള ഒരു ഈശ്വര സങ്കല്പം ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ മതം മാറിക്കഴിഞ്ഞു. പിന്നെ പേരൂടെ മാറ്റുകല്ലേ നല്ലത്. ഹിന്ദു നാമധാരിയായിരുന്നു കൊണ്ട് സമറ്റിക് മതത്തെ അനുകൂലിക്കുന്നതിനേക്കാൾ നന്ന് അങ്ങോട്ട് കൂടിയാൽ വല്ല ചില്ലറയും കൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സമറ്റിക് പാരമ്പര്യത്തിന് യോജിച്ചതാണ് ജ്യോതിഷവുമെല്ലാം. കാരണം ഈശ്വരനെ വെളിയിലാക്കുന്ന. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത കാലത്ത് 400 കൊല്ലയായിട്ടുള്ളൂ ഈശ്വരനെ രക്ഷസ് കൂടി എന്ന് വരെ കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു. മനുഷ്യനെ മാത്രമല്ല ഈ ജ്യോതിഷം പിടിക്കാറുള്ളത്. മനുഷ്യനെ പിടിച്ചാൽ കിട്ടുന്ന പിരിവിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് ഈശ്വരനെ രക്ഷസ് പിടിക്കുമ്പോഴാണ്. നിങ്ങളുടെ അമ്പലത്തിലിരിക്കുന്ന ഈശ്വരനെ രക്ഷസ് കൂടുക, അത് കൂടിയിട്ടുണ്ടെന്ന് ഒരു മനുഷ്യൻ കണ്ടുപിടിക്കുക, വേറൊരു മനുഷ്യൻ ആവാഹിച്ച് രക്ഷസിനെ മാറ്റുക. എന്നാ പിന്നെ ജീവനുള്ള ഇവനെ ഇരുത്തി പൂജിച്ചാൽ പോരെ? ചോദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ആ ജ്യോതിഷം ജ്യോതിശാസ്ത്രമാണ്. അത് വേദാംഗമാണ്. അതിൽ കാലഗണന നോക്കി വേണം വീട് പണിയാൻ. അതിന് കാലഗണനയും ബാക്കിയുള്ളതും ഒക്കെ നോക്കി വേണം നിങ്ങൾ പ്രവൃത്തിയെടുക്കാൻ. ആ കാലഗണന രാഹുകാലവും യമകണ്ഠകാലവും ഒന്നും അല്ല. ഞാൻ ഒരു ചോദ്യം അങ്ങയോട് തന്നെ, അങ്ങത് കുറച്ച് പഠിച്ചയാളാണ്, അതുകൊണ്ടാണ് കുറച്ച് പഠിച്ചയാളാണ്. ആ ചോദ്യത്തിനകത്തൊരു വ്യംഗ്യമുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഇല്ല, ഒരു ചോദ്യം വെറുതെ ചോദിക്കാം. ഉത്തരം പറയണ്ട, പോയിരുന്ന് ആലോചിച്ചാൽ മതി. ഒരു മനുഷ്യൻ ഭൂമിയുടെ സഞ്ചാരപഥത്തിനെതിരായ പഥത്തിൽ, ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്. മനസ്സിലായില്ല? ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുകയാണ്. സമ്മതമാണ്? ഭൂഭ്രമണത്തിന് വിപരീതമായ ദിശയിൽ ഭൂമി ഭ്രമണം ചെയ്യുന്ന വേഗതയിൽ അയാൾ സഞ്ചരിക്കുകയാണ്. കയ്യിൽ വാച്ചില്ല, സമയഗണനയ്ക്ക് യാതൊരു വഴിയുമില്ല. അയാൾ കുറെ നാൾ സഞ്ചരിച്ചു കഴിഞ്ഞ് എങ്ങനെ നിലനിൽക്കുന്ന ജ്യോതിഷപ്രകാരം രാഹുകാലം കണക്കാക്കും. ചോദ്യം മനസ്സിലായി? അതായത് രാഹുകാലം കണക്കാക്കണമെങ്കിൽ ആഴ്ചകൾ വേണം. ക്ലിയർ? ഇനി ബേസായിട്ടൊരു ആഴ്ച വേണം, വേണ്ടേ? അയാൾ ഭൂഭ്രമണത്തിന് വിപരീതമായി സഞ്ചരിക്കുമ്പോൾ, അയാൾ സഞ്ചരിക്കാൻ തുടങ്ങുന്ന സമയം ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ എല്ലായ്പ്പോഴും അയാൾക്ക് 12 മണിയാണ്. മനസ്സിലായില്ല? അപ്പോൾ അയാൾക്ക് ആഴ്ചയില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എല്ലാ കാലങ്ങളിലും കേവലമായി കണ്ടെത്തുവാൻ പറ്റുന്ന ഒന്നല്ല. ഒരാപേക്ഷിക ആഗമനിക ശാസ്ത്രമാണ്. ആപേക്ഷിക ആഗമനിക ശാസ്ത്രത്തിന് പ്രയോജനം അല്പമാത്രമായി ഉണ്ടാവും. സമയവും ജനന സമയവും കർമ്മങ്ങളുമൊക്കെ തമ്മിൽ ചെറിയ സാങ്കത്യമൊക്കെ ഉണ്ടാവും. പക്ഷേ അതാണ് ജീവിതം മുഴുവനെന്ന് വ്യാമോഹിച്ചാൽ അപകടകരമാണ്. 1. 2, അതിൽ വിശ്വാസമുണ്ടായാൽ എഴുതി വെച്ച ജാതക തലത്തിലൂടെ പോകാനുള്ള ഉൾപ്രേരണ മനുഷ്യന് കിട്ടും. അത് പോസിറ്റീവാണ് എങ്കിൽ ജ്യോതിശാസ്ത്രം നിങ്ങൾക്ക് സഹായകമാണ്. അത് നെഗറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവമാണ്. ഇന്ന് നെഗറ്റീവാണ്. നിങ്ങൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലൂടെ തീരുമാനിച്ച പാതയിലാണ് നിങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, ഒരു കൈയൊന്ന് മുട്ടാൻ നേരത്ത്, വെളുപ്പുദീനം വന്ന ഒരു കണ്ടക്ടറുടെ കൈ മുട്ടാൻ നേരത്ത് ആ ടിക്കറ്റ് മേടിക്കാതെ പിൻവലിയും മസ്തിഷ്കത്തിൽ അയാൾ കയറിക്കൂടുമെന്ന് പറഞ്ഞല്ലോ. അടുത്ത ജന്മത്തിൽ ഇയാൾ വെളുപ്പുദീനവുമായി ജനിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രതികൂല ഭാവത്തിലൂടെ അനുകൂലവും പ്രതികൂലവുമായി ഈ ലോകത്തെ കാണുന്ന ഭാവങ്ങളിലൂടെയാണ് നിങ്ങൾ പലതിലും ചെന്ന് വീഴുന്നത്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്ന ഒരനുഭവം പറയാം. ഏതിനെയെങ്കിലും നിങ്ങൾ എതിർത്താൽ നാളെ അത് നിങ്ങൾ ചുമക്കേണ്ടി വരും.
ഇന്ന് ചുമക്കുന്നവനെല്ലാം എതിർത്തവനാണ്. ഏതിനെയെങ്കിലും നിങ്ങൾ അനുകൂലിച്ചാലും വേണ്ടിവരും. സനാതനധർമ്മം കാലികങ്ങളായ ഒന്നിനെയും കൂടുതൽ അനുകൂലിച്ച് പ്രിയമുണ്ടാക്കുന്നില്ല, കാലികങ്ങളായ ഒന്നിനെയും എതിർത്ത് അപ്രിയവും ഉണ്ടാക്കുന്നില്ല. മനസ്സിലായില്ല? ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചുമന്നാൽ നാളെ നിങ്ങൾക്കത് താത്തുവയ്ക്കേണ്ടി വരും. ഏതെങ്കിലും നിങ്ങൾ എതിർത്താൽ, നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഇന്ന് നേതൃത്വത്തിൽ ഇരിക്കുന്നത് മുമ്പ് അവർ നിന്നിടത്ത് നിന്ന് എതിർത്ത പ്രസ്ഥാനങ്ങളുടെയാണ്. നിങ്ങൾ എതിർത്താൽ അവിടെ എത്താം 3 ജന്മം കൊണ്ട്, അനുകൂലിച്ചാൽ എത്താം 7 ജന്മം കൊണ്ട്. നിങ്ങൾ നിലകൊള്ളുന്ന പ്രസ്ഥാനം, അതിനെ എതിർക്കുന്നവൻ വന്നാൽ നിങ്ങളുടെയും തലയ്ക്ക് മുകളിൽ നേതാവായി പ്രതിഷ്ഠിക്കും. കാരണം എതിർത്തത് കൊണ്ട് അവന് 3 ജന്മം കൊണ്ട് മുക്തിയാണ്. മനസ്സിലായില്ല? കുഴി കുത്താനും തോരണം കെട്ടാനും ഒക്കെ അനുകൂലിച്ച് നടന്നവൻ എത്തണമെങ്കിൽ 7 ജന്മം വേണം. മനസ്സിലായില്ല? എല്ലാം എന്നാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. അതിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഞങ്ങളെ മാറ്റി പറയണേ എന്ന അഭിപ്രായം കാണും. അതെനിക്ക് നിവർത്തിയില്ല. എല്ലാം സനാതനധർമ്മം കാലികങ്ങളായ എല്ലാത്തിനെയും അപഗ്രഥിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. നിങ്ങൾ ഇന്ന് നിലകൊള്ളുന്നതൊക്കെ നോക്കിയാൽ മതി. ഒരിക്കൽ എതിർത്തതാ. അതുതന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരോട് അവരെ ചേർക്കാൻ തെളിവായി പറയുന്നത്. പണ്ടിതൊക്കെ തെറ്റാണെന്നോർത്ത് ഞാൻ അതിശക്തമായി എതിർത്തതാണ്. ഈ അടുത്ത കാലത്ത് ഒരു സ്വാമിജിയെ പോലും കണ്ടു. അദ്ദേഹം കയ്യെ കെട്ടിയൊരു വാച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ എതിർത്തയാള് വായുവിൽ നിന്ന് എടുത്തു തന്നതാണ്. അപ്പോൾ പറയേണ്ടി വന്നു, സ്വാമിജിയെ എതിർത്തത് കൊണ്ടാണ് ഇത് കെട്ടേണ്ടി വന്നത്. എതിർക്കരുത്. പറഞ്ഞ മനസ്സിലായി? ഈ ഭൂമിയിൽ ഒന്നിനെയും എതിർക്കരുത്, ഒന്നിനെയും അനുകൂലിക്കുകയും അരുത്. അനുകൂലിക്കാനും എതിർക്കാനും പറ്റിയത് ഈ ഭൂമിയിൽ ഒന്നു മാത്രമേ ഉള്ളൂ, അവനവന്റെ ബോധം. എതിർക്കുന്നതും ബോധത്തെയാ, അനുകൂലിക്കുന്നതും ബോധത്തെയാ. ഏകമായ ബോധമാണ് സത്യം. അത് ചിരന്തനമാണ്. അതിന് കാലികങ്ങളായ ഒന്നുമില്ല. ഇതാണ് സനാതന